കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് സീരീസിൽ ഇന്ന് 9ാം ക്ലാസ്സിലെ പാഠം 2 ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യ ശരീരം അവയവ വ്യവസ്ഥ എന്ന ടോപ്പിക്കിൽ വരുന്നൊരു പാഠഭാഗമാണിത്. ഈ ഒരു ടോപ്പിക്കിൽ 5ാം ക്ലാസ്സിൽ 2 പാഠങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 5ാം ക്ലാസ്സിൽ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന പേരിൽ 5ഉം 6ഉം 5ഉം 7ഉം പാഠഭാഗങ്ങൾ. 5ാമത്തെ പാഠഭാഗത്തിൽ ദഹന വ്യവസ്ഥയെക്കുറിച്ചും 7ാമത്തെ പാഠഭാഗത്തിൽ രക്തപര്യായന വ്യവസ്ഥയെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഫർ ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ ഒരു തുടർച്ച കിട്ടുകയും ചെയ്യും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 2 ദഹനവും പോഷക സംവഹനവും. ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദഹന വ്യവസ്ഥ, ദഹനം, പോഷകാകിരണം, വില്ലസിൻ്റെ ഘടന, രക്തത്തിൻ്റെ ഘടന, ഹൃദയം, ഹൃദയാരോഗ്യം, സസ്യങ്ങളിലെ സംവഹനം. പാഠഭാഗത്ത് ആദ്യം അമീബ, ഹൈഡ്ര എന്നിവയുടെ പോഷണമാണ് പറയുന്നത്. അമീബ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണെന്ന് നമുക്കറിയാം. അതായത് ഒരൊറ്റ കോശത്തിലുള്ള ഒരു ജീവിയാണ് അമീബ. ഇവിടെ റെഡ് കളറിൽ കാണിച്ചു തരുന്നത് അതിൻ്റെ ആഹാരമാണ്. അമീബ ആഹാര വസ്തുവിൻ്റെ അടുത്തെത്തുന്നു. കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. അമീബ ആഹാരം എടുക്കുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, സ്യൂഡോപോഡുകൾ ഉപയോഗിച്ചിട്ടാണ്. ആഹാരം ഫുഡ് വാക്യൂളിനിൽ എത്തുന്നു. കപടപാദങ്ങൾ ഉപയോഗിച്ച് കോശത്തിനകത്താക്കുന്നു, കോശത്തിനുള്ളിലെ ഫുഡ് വാക്യൂളിനുള്ളിൽ എത്തുന്നു. ദെൻ ഫുഡ് വാക്യൂളിനുള്ളിലെ എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. കോശാന്തരിക ദഹനമാണ് ഇവിടെ നടക്കുന്നത്. അതായത് കോശത്തിന് അകത്ത് വെച്ചാണ് ആഹാരം ദഹിപ്പിക്കപ്പെടുന്നത്. സോ ഈ ഒരു ദഹനം എന്ന് പറയുന്നത് കോശാന്തരിക ദഹനമാണ് അമീബയിൽ നടക്കുന്നത്. ശേഷം ദഹിപ്പിച്ചതിന് ശേഷം അവശിഷ്ടങ്ങൾ കോശോപരി തലത്തിലൂടെ പുറന്തള്ളുന്നു. കോശോപരി തലത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. അപ്പോൾ അമീബ ഒരു ഏകകോശ ജീവിയാണ്. ആഹാരം എടുക്കുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. കോശാന്തരിക ദഹനമാണ് നടക്കുന്നത്. കോശത്തിനകത്താണ് ദഹനം നടക്കുന്നത്. ദെൻ അവശിഷ്ടങ്ങൾ കളയുന്നത് കോശോപരി തലത്തിലൂടെയാണ്. അടുത്തൊരു ജീവിയാണ് ഹൈഡ്ര. ഹൈഡ്ര ഒരു ബഹുകോശ ജീവിയാണ്. അതായത് ഒരുപാട് കോശങ്ങൾ ചേർന്നിട്ടുള്ളൊരു ജീവിയാണ് ഹൈഡ്ര. ഹൈഡ്രൻ്റെ ഫിഗർ ശ്രദ്ധിക്കുക. ഈ കൈ പോലുള്ള ഈ സാധനങ്ങൾ ടെൻഡക്കിളാണ്. അതിൻ്റെ നടുക്കൊരു ദ്വാരം വരുന്നുണ്ട്, അതാണ് വായ. ശേഷം ഒരു വായ നേരെ പോകുന്നത് ഒരു ശരീര അറയിലേക്കാണ്. ഹൈഡ്ര ടെൻഡക്കിളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ടെൻഡക്കിളാണ് ഇവ ആഹാരത്തെ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഈ ഇരയെ മരവിപ്പിക്കുകയും വായ്ക്കുള്ളിലാക്കുകയും അത് ശരീര അറയിൽ എത്തുകയും ചെയ്യുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ഈ ലെൻസിൻ്റെ ഇതിൽ കാണുന്നതാണ് കോശങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ചുറ്റുഭാഗം കോശങ്ങൾ വരുന്നുണ്ട്, നടുക്കൊരു ശരീര അറയാണ് വരുന്നത്. ഈ ശരീര അറയിലാണ് ദഹനം തുടങ്ങുന്നത്. കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഉപയോഗിച്ച് ശരീര അറയിൽ വെച്ചിട്ട് ദഹനം ആരംഭിക്കുന്നു. അപ്പോൾ ഇതൊരു കോശ ബാഹ്യ ദഹനമാണ്. അതായത് കോശത്തിനകത്തേക്ക് കയറുന്നില്ല, ശരീര അറയിലാണ്. അതുകൊണ്ടാണ് കോശ ബാഹ്യ ദഹനം. ഇങ്ങനെ ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അപ്പോൾ ശരീര അറയിൽ ഭാഗികമായി ദഹിച്ചിട്ടുള്ളത് ശേഷം കോശത്തിനകത്തേക്ക് കയറുകയും അവിടെ വെച്ച് എൻസൈമുകൾ പൂർണ്ണമായിട്ടും ഇതിനെ ദഹിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ കോശാന്തരിക ദഹനവും നടന്നു. ദെൻ ലാസ്റ്റ് വരുന്ന അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഹൈഡ്രയിൽ എങ്ങനെയാണ് പോഷണം നടക്കുന്നത്? ടെൻഡിക്കിൾ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. വായ്ക്കുള്ളിലൂടെ ശരീര അറയിൽ എത്തിക്കുന്നു. അവിടെ കോശബാഹ്യ ദഹനം നടക്കുന്നു. ശേഷം കോശത്തിനകത്തേക്ക് കയറിയിട്ട് കോശാന്തരിക ദഹനം നടക്കുന്നു. അവശിഷ്ടങ്ങൾ വായിലൂടെ തന്നെ പുറന്തള്ളുന്നു. വായിലൂടെയാണ് എടുക്കുന്നത്, വായിലൂടെ തന്നെ പുറന്തള്ളുകയും ചെയ്യാണ്. നമുക്ക് ഈ ടേബിൾ നോക്കാം. അമീബ, ഹൈഡ്ര. ശരീരഘടന എന്ന് പറയുന്നത് അമീബിൻ്റെത് ഏകകോശമാണ്, ഹൈഡ്രയുടേത് ബഹുകോശമാണ്. ആഹാര സ്വീകരണോപാധി അമീബ കപടപാദങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഹൈഡ്ര ടെൻഡക്കിളാണ് ഉപയോഗിക്കുന്നത്. ദഹനം നടക്കുന്ന ഭാഗം അമീബയുടേത് കോശാന്തരിക ദഹനമാണ്, എന്നാൽ ഹൈഡ്രയുടേത് കോശാന്തരിക ദഹനവുമുണ്ട്, കോശ ബാഹ്യ ദഹനവുമുണ്ട്. 2 തരം ദഹനങ്ങളും ഹൈഡ്രയിൽ നടക്കുന്നുണ്ട്. കോശാന്തരിക ദഹനം മാത്രമാണ് അമീബയിൽ നടക്കുന്നത്. ദെൻ അവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ കോശോപരിതലത്തിലൂടെയാണ് അമീബ പുറന്തള്ളുന്നത്, വായിലൂടെയാണ് ഹൈഡ്ര പുറന്തള്ളുന്നത്. ദെൻ ദഹനം. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. അതായത്
കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആഹാരത്തിലെ ഘടകങ്ങൾ അത് നമുക്ക് ആഗിരണം ചെയ്യാൻ നമുക്ക് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്ന രീതിക്കുള്ള ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ എടുത്താൽ പ്രോട്ടീൻ ഒരു സങ്കീർണമായ ഘടകമാണ്. അതിനെ അമിനോ ആസിഡാക്കി ലഘു ഘടകങ്ങളാക്കുന്നതാണ് അമിനോ ആസിഡ്. ഇതിനെയാണ് ദഹനം എന്ന് പറയുന്നത്. ദഹനം മനുഷ്യരിൽ 2 തരത്തിൽ നടക്കുന്നുണ്ട്. യാന്ത്രിക ദഹനവുമുണ്ട്, രാസിക ദഹനവുമുണ്ട്. യാന്ത്രികം എന്ന് പറയുമ്പോൾ ആഹാര ഘടകങ്ങളെ കണികകളായിട്ട് മാറ്റുന്നതാണ്. അതായത് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് മാത്രമാണ് നടക്കുന്നത്. രാസപ്രവർത്തനങ്ങളൊന്നും വരുന്നില്ല. യാന്ത്രികമായിട്ട് അതിനെ നമ്മൾ ചവച്ചരക്കുന്നത് എല്ലാം എന്താണ് വരുന്നത്? യാന്ത്രിക ദഹനത്തിലാണ്. രാസിക ദഹനം എന്ന് പറയുമ്പോൾ ചെറുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ്. അവിടെ രാസപ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ യാന്ത്രിക ദഹനം എന്ന് നോക്കാം. ആഹാരത്തെ ചെറുകണികകളാക്കുന്നു. അതായത് ഘടകങ്ങളല്ല, ചെറുകണികകളാണ് ആക്കുന്നത്. അതായത് ഫിസിക്കലി അതിൻ്റെ ചേഞ്ച് മാറുന്നുള്ളൂ. പല്ലിൻ്റെ ചവച്ചരക്കൽ ഒരു ഉദാഹരണമാണ്. അതുപോലെ ആമാശയത്തിൻ്റെയും ചെറുകുടലിൻ്റെയും പേശി സങ്കോചം. അതായത് പേശി നിർമ്മിതമാണ് ആമാശയങ്ങളും ചെറുകുടലെല്ലാം. ഇത് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ അകത്ത് വന്നിട്ടുള്ള ആഹാരം കുഴമ്പ് രൂപത്തിലാവാൻ ഈ പേശി സങ്കോചം സഹായിക്കുന്നുണ്ട്. ഇതൊരു യാന്ത്രിക ദഹനത്തിന് ഉദാഹരണമാണ്. എന്നാൽ രാസിക ദഹനം എന്താണ്? പോഷക ഘടകങ്ങളെ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കുന്നു. പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കിയതുപോലെ പോഷകഘടകങ്ങളെ ആഗിരണയോഗ്യമായിട്ടുള്ള ലഘുഘടകങ്ങളാക്കുന്നതാണ് രാസിക ദഹനം. ഇവിടെ എന്തായി? പ്രോട്ടീൻ അമിനോ ആസിഡായി. അവിടെ രാസമാറ്റം വന്നു. ദഹനരസങ്ങളും എൻസൈമുകളും ഇവയൊക്കെ എന്താണ്? രാസപ്രവർത്തനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ദഹനരസം, എൻസൈമൊക്കെ രാസിക ദഹനത്തെ സഹായിക്കുന്നവരാണ്. അയവിറക്കലിന് പിന്നിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. അയവിറക്കലിന് പിന്നിൽ, അതായത് ഒരു പശുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മുഴുവൻ സമയവും അതിൽ വായയിൽ ചവച്ചരയ്ക്കുന്നത് കാണാം. അതായത് അത് വിശ്രമാവസ്ഥയിലാണെങ്കിലും ചവച്ചരയ്ക്കുന്നു. ഫുഡ് കഴിക്കാത്ത നേരത്തും ചവച്ചരയ്ക്കുന്നത് കാണാം. ഇത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. പശുക്കൾ വിശ്രമിക്കുമ്പോഴും തുടർച്ചയായി ചവച്ചരയ്ക്കുന്നത് എന്തുകൊണ്ട്? പശുവിൻ്റെ ഫിഗർ നോക്കുക. അതിൻ്റെ ദഹന വ്യവസ്ഥ തന്നിട്ടുണ്ട്. വായയിലൂടെ പുല്ല്, ഒക്കെ എടുക്കുന്നു. അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ 4 അറകളാണ് പശുക്കൾക്കുള്ളത്. 4 അറകളാണുള്ളത്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അത് ചെറുകുടലിലേക്ക് പോകുന്നു, വൻകുടലിലേക്ക് പോകുന്നു. മലാശയത്തിലൂടെ അവശിഷ്ടങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ 4 അറകൾ ചെയ്യുന്നത് സസ്യങ്ങൾ എടുക്കുമ്പോൾ അതെന്താണ്? സെല്ലുലോസ് അല്ലെങ്കിൽ പുൽവർഗ്ഗം എന്ന് പറയുന്നത് സെല്ലുലോസ് അല്ലെങ്കിൽ ഹെമി സെല്ലുലോസ് ആണ്. ഇവ എടുക്കുന്നതും അത് ചവച്ചരച്ച് അന്നനാളത്തിലൂടെ ഈ റെറ്റിക്കുലത്തിലും റൂമെല്ലിലൊക്കെ എത്തുന്നു. ഇവിടെ ഭാഗികമായിട്ട് അതിനെ ദഹിപ്പിച്ചതിന് ശേഷം റൂമെല്ല് സംഭരിച്ചു വെക്കുന്നു. ഈ റൂമെല്ല് സംഭരിച്ചിട്ടുള്ള ഭാഗികമായി ദഹിച്ച ആഹാരം അത് കുറച്ചായിട്ട് ഇതിൻ്റെ വായിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും ഈ പശു എന്ത് ചെയ്യുന്നു? ഇത് ചവച്ചരച്ചിട്ടാണ് വീണ്ടും അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗികമായി ദഹിപ്പിച്ച ആമാശയത്തിലെത്തിയിട്ടുള്ള റൂമെല്ല് സംഭരിച്ചിട്ടുള്ള ആഹാരം വീണ്ടും വായിലെത്തുകയും വീണ്ടും അതിനെ ചവച്ചരച്ച് ദഹനത്തെ കൂടുതൽ സുഗമമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്ത നേരത്തും ഈ റൂമനിൽ നിന്ന് വരുന്ന ഭാഗികമായി ദഹിച്ച ആഹാരത്തെയാണ് ഇവ ചവച്ചരച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആമാശയത്തിലെ അറകളാണ് റൂമന്, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. സെല്ലുലോസ്, എമിസെല്ലുലോസ് എന്നിവ റെറ്റിക്കുലത്തിലും റൂമനിലും വെച്ച് എൻസൈമുകൾ വഴി വിഘടിപ്പിക്കുന്നു. ശേഷം റൂമനിൽ സംഭരിച്ച ആഹാരം വീണ്ടും വായിലെത്തി ചവച്ചരയ്ക്കപ്പെടുന്നു. മനുഷ്യദഹനത്തിലേക്ക് കടക്കാം. മനുഷ്യ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് അവയവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവ ഏതൊക്കെയാണ്? ആദ്യം വായ, അതിനുശേഷം വായിൽ നിന്ന് ആമാശയത്തിലേക്ക് പോകുന്ന വഴിയാണ് അന്നനാളം. ഇവിടെ തന്നിട്ടുള്ളതാണ് ആമാശയം. ആമാശയത്തിന് തൊട്ടു മുകളിൽ കാണുന്ന റെഡ് കളറിലുള്ള കാര്യമാണ് കരൾ. ആമാശയത്തിന് തൊട്ടുതായി വരുന്ന ഈ യെല്ലോ കളേർഡാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ചുറ്റിപ്പണന്ന് കിടക്കുന്ന ചെറുകുടലിന് ചുറ്റുമായിട്ട് വരുന്ന വൻകുടൽ. ശേഷം വൻകുടൽ എവിടെ പോകുന്നു? മലാശയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം വായിൽ നിന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൻ്റെ തൊട്ടുമുകളിലായിട്ട് റെഡ് കളറിൽ കരൾ വരുന്നുണ്ട്. താഴെ യെല്ലോ കളറിൽ വരുന്നതാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ചെറുകുടലാണ് വൻകുടലിലാൽ
കുടലിലാണ് നീളമുള്ളത്. അപ്പോൾ ചെറുകുടലാണ് ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നത്. അതിന് ചുറ്റുഭാഗത്തും വരുന്നതാണ് വൻകുടൽ. ശേഷം മലാശയത്തിലേക്ക് പോകുന്നു. അപ്പോൾ മനുഷ്യരിൽ നടക്കുന്ന യാന്ത്രിക ദഹനം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യാന്ത്രിക ദഹനം, ആദ്യം യാന്ത്രിക ദഹനം തുടങ്ങുന്നത് വായയിൽ വെച്ചിട്ടാണ്. വായയിൽ യാന്ത്രിക ദഹനത്തെ സഹായിക്കുന്നത് ആരാണ്? പല്ലാണ്. പല്ലിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പല്ലിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ദന്തമൂലം, ദന്തഗളം, ദന്തമകുടം. ഒരു പല്ലിനെ മൂന്നായിട്ട് തിരിച്ചാൽ ദന്തമൂലം, ദന്തഗളം, ദന്തമകുടം. ദന്തമൂലം എന്ന് പറയുന്നത് മോണയ്ക്ക്, നമ്മുടെ പല്ല് മോണയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ് ദന്തമൂലം. മോണയും അതിന് മുകളിലുമായിട്ട് വരുന്ന അതിനിടയ്ക്ക് വരുന്നതാണ് ദന്തഗളം. ദെൻ മുകളിൽ കാണുന്ന ഭാഗമാണ് ദന്തമകുടം. അതുപോലെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സിമൻറ്റം എന്നാണ്. മോണയിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നത് സിമൻറ്റമാണ്. പല്ലിനിടയിൽ ആന്തരികമായിട്ട് വരുന്നതാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റിയിൽ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് രക്തലോമികകളൊക്കെ കാണപ്പെടുന്നു. നീല അതുപോലെ റെഡ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് യോജക കലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നാഡികൾ അതുപോലെ ഒഡൻറ്റോബ്ലാസ്റ്റം ലോമികകളൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. ദെൻ ഡെൻഡൈന് എന്ന് പറയുന്നത് ജീവനുള്ള കലകൾ കാണപ്പെടുന്ന പല്ലിലെ ഭാഗമാണ് ഡെൻഡൈന്. ജീവനുള്ള കലകൾ അല്ലെങ്കിൽ കോശങ്ങൾ കാണപ്പെടുന്ന പല്ലിലെ ഭാഗമാണ് ഡെൻഡൈന്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനാമൽ, ഏറ്റവും പുറം ഭാഗത്ത് വരുന്നതാണ് ഇനാമൽ. ഇനാമൽ ഒരു നിർജീവ കലയാണ്, അതായത് ജീവനില്ലാത്ത കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത് ഇനാമലാണ്. പല്ലിൻ്റെ ഭാഗങ്ങളിൽ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിൻ്റെ പുറം കവചമാണ് ഇനാമൽ. നിർജീവ കലകൾ കൊണ്ട് നിർമ്മിതമാണ് ഇനാമൽ. ദെൻ ഡെൻഡൈന് പല്ലിൽ കാണപ്പെടുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈന്. ദെൻ പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് യോജക കലകൾ, രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻറ്റോബ്ലാസ്റ്റ് എന്നിവ കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. ദെൻ സിമൻറ്റം, മോണയിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമൻറ്റം. മോണയിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ ഒരു യോജക കലയാണ് സിമൻറ്റം. ഓക്കെ. ദെൻ വായയിൽ പല്ലുപയോഗിച്ചിട്ട് യാന്ത്രിക ദഹനം നടന്നു. പല്ലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ശേഷം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്നു. ആമാശയത്തിൽ യാന്ത്രിക ദഹനം നടക്കുന്നത് എങ്ങനെയാണ്? പെരിസ്റ്റാൾസിസ്, അതായത് പേശി സങ്കോചം വഴി. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് പേശി നിർമ്മിതമാണ് ആമാശയം. ഇത് സങ്കോചിക്കുകയും അതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് തുടർച്ചയായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആഹാരം കുഴമ്പ് രൂപത്തിലാവാൻ ഈ പെരിസ്റ്റാൾസിസ് സഹായിക്കുന്നു. ഇത് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിലൂടെ ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ദെൻ വലയപേശി എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണ് വലയപേശി. ഈ വലയപേശി നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ചെറുകുടലിലേക്കാണ് ആമാശയത്തിന് ശേഷം പോകുന്നത്. അപ്പോൾ ചെറുകുടലിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ വലയപേശി ഒന്ന് സങ്കോചിക്കുന്നു. അപ്പോൾ വീണ്ടും ആഹാരം ആമാശയത്തിലേക്ക് തന്നെ കയറുന്നു. വീണ്ടും ആഹാരം ചെറുകുടലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സങ്കോചിക്കുമ്പോൾ ആഹാരം ആമാശയത്തിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു ദഹനം എത്തുന്നത് വരെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു ദഹനം എത്തുന്നത് വരെ ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നതാരാണ്? വലയപേശിയാണ്. പൂർണ്ണമായിട്ടും ദഹനം നടക്കാതെ ചെറുകുടലിലേക്ക് എത്തുന്നത് തടയുന്നതാരാണ്? വലയപേശിയാണ്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. ദെൻ ചെറുകുടൽ, വായ പറഞ്ഞു, ആമാശയം പറഞ്ഞു. ദെൻ ചെറുകുടലിൽ നടക്കുന്ന യാന്ത്രിക ദഹനം. പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും. പെരിസ്റ്റാൾസിസ് നമ്മൾ പറഞ്ഞു പേശി സങ്കോചമാണ്, സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ്? കുഴമ്പ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നു. ദെൻ സെഗ്മെൻറ്റേഷൻ, കുറച്ച് ഭാഗങ്ങളായിട്ട് ഇത് എന്താണ്? നടക്കിങ്ങനെ സങ്കോചം വരുന്നത് കൊണ്ട് കുറച്ച് ആഹാരത്തെയാണ് ചെറുകുടലിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പാസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആഗിരണവും കൃത്യമായിട്ടുള്ള ദഹനവും നടക്കാൻ സമയം ലഭിക്കുന്നു. അപ്പോൾ പെരിസ്റ്റാൾസിസ്, സെഗ്മെൻറ്റേഷൻ ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുകയും ദഹനരസവുമായി കലർത്തുകയും ചെയ്യുന്നു. ദഹനരസവുമായി കലരാനുള്ള ചെറുകുടലിൽ ഒരുപാട് ദഹനരസങ്ങൾ വരുന്നുണ്ട്. കരളിൽ നിന്ന് വരുന്നതും പാൻക്രിയാസിൽ നിന്ന് വരുന്ന എൻസൈമുകളൊക്കെ കുടലിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഈ എൻസൈമുകളുമായിട്ടൊക്കെ
ഇതിനെ കലർത്താൻ സമയം നൽകുന്നത് ആരാണ്? സെഗ്മെൻറ്റേഷൻ എന്ന പ്രക്രിയയാണ്. ദെൻ വിഴുങ്ങൽ പ്രക്രിയ. യാന്ത്രിക ദഹനം നമ്മൾ പഠിച്ചു. വായ, അതുപോലെ ആമാശയത്തിൽ വരുന്ന പെരിസ്റ്റാൾസിസും വലയപേശിയും, ചെറുകുടലിൽ വരുന്ന പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും. ദെൻ വിഴുങ്ങൽ പ്രക്രിയ. ഒരു ഭക്ഷണത്തെ നമ്മൾ വിഴുങ്ങുന്നത് എങ്ങനെയാണ്? അതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക. ഭക്ഷണത്തെയാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിന് താഴെ നമ്മൾ ഭക്ഷണത്തിന് താഴെയായിട്ട് നമ്മുടെ നാക്ക് വരും, അതുപോലെ അണ്ണാക്ക് വരുന്നുണ്ട്. ദെൻ ചെറുനാക്ക്, ഗ്രസനി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കുമായിട്ട്, വായയെ മൂക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഗ്രസനി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂക്കും വായൊക്കെ എന്താണ് ബന്ധമുണ്ട്, അതിനെ ബന്ധിപ്പിക്കുന്നതാണ് ഗ്രസനി എന്ന് പറയുന്നത്. ദെൻ എപ്പിഗ്ലോട്ടിസ്, അന്നനാളം, ശ്വാസനാളം. ഇവിടെ നാക്കും അണ്ണാക്കും ചേർന്നിട്ട്, നമ്മുടെ നാക്കും അണ്ണാക്കും ചേർന്നിട്ടാണ് ആഹാരത്തെ ഉരുളകളാക്കുന്നത്. നാക്കും അണ്ണാക്കും ചേർന്നിട്ടാണ്. ദെൻ ചെറുനാക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ, ഈ ഉരുളകളാക്കിയ ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഇത് മൂക്കിലേക്ക് കടക്കാതെ കൃത്യമായിട്ട് ശ്വാസനാളത്തിലൂടെ തന്നെ അന്നനാളത്തിലൂടെ തന്നെ ഇത് പാസ് ചെയ്യണം. അപ്പോൾ മൂക്കിലേക്ക് കടക്കാതെ, ഗ്രസനിയിലേക്ക് കടക്കാതെ തടഞ്ഞു വെക്കുന്നതാണ് ചെറുനാക്ക്. ദെൻ ചെറുനാക്ക് മുകളിലേക്ക് പോകുന്നത് തടഞ്ഞു. ഇനി താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളവും അന്നനാളവും ഉണ്ട്. ശ്വാസനാളത്തിലേക്ക് ആഹാരം പോകാൻ പാടില്ല. അപ്പോൾ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എപ്പിഗ്ലോട്ടിസ് വരുന്നത്. എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാവും. ഭക്ഷണം വരുമ്പോൾ അത് താഴ്ന്ന് ശ്വാസനാളത്തെ അടച്ചു വെക്കുന്നു. അതുകൊണ്ട് അന്നനാളത്തിലൂടെ ഭക്ഷണം കൃത്യമായിട്ട് പോകുന്നു. അപ്പോൾ നാക്ക് അണ്ണാക്ക് ആഹാരത്തെ ഉരുളകളാക്കുന്നു. ചെറുനാക്ക് ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ അടക്കുന്നു. എപ്പിഗ്ലോട്ടിസ് ആഹാരത്തെ ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. ദെൻ രാസിക ദഹനം. രാസിക ദഹനത്തിന് സഹായിക്കുന്നത് ദഹനരസങ്ങളും എൻസൈമുകളുമാണ്. അതുപോലെ ചെറുഘടകങ്ങളാക്കുകയാണ് രാസിക ദഹനത്തിൽ ചെയ്യുന്നത്. ആദ്യം വായയിൽ നടക്കുന്ന രാസിക ദഹനം നോക്കാം. വായയിൽ വരുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സലൈവറി അമിലേസാണ് വായയിലെ രാസിക ദഹനം ചെയ്യുന്നത്. സലൈവറി അമിലേസിന് ടയലിൻ എന്നൊരു പേര് കൂടെയുണ്ട്. അന്നജത്തെ ദഹിപ്പിക്കുന്നു. സലൈവറി അമിലേസ് അന്നജത്തെ ദഹിപ്പിക്കുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് സലൈവറി അമിലേസ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പുസ്തകത്തിൽ. അതായത് നമ്മൾ ഒരു വെറും ചോറെടുത്ത് ചവച്ചരയ്ക്കുമ്പോൾ നമുക്കൊരു മധുരം ഫീൽ ചെയ്യാറുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ചോറ് എന്ന് പറയുന്നത് അന്നജമാണ്. ഈ അന്നജത്തെ നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ അവിടെ ഉമിനീർ ഗ്രന്ഥിയിലുള്ള സലൈവറി അമിലേസ് അതിനെന്ത് ചെയ്യും? ഈ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ മാൾട്ടോസ് എന്താണ്? ഷുഗറിയാണ്. അതുകൊണ്ടാണ് വെറും ചോറ് നമ്മൾ കഴിക്കുകയാണെങ്കിലും മധുരമില്ലാത്ത ഒരു വെറും ചോറ് ചവച്ചരയ്ക്കുമ്പോൾ നമുക്ക് മധുരം ഫീൽ ചെയ്യുന്നത് ഈ അന്നജത്തെ മാൾട്ടോസ് ആക്കിയത് കൊണ്ടാണ്. ഇവിടെ വരുന്ന വായിൽ വരുന്ന എൻസൈമാണ് സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടയലിൻ. രണ്ടാമത് അന്നനാളം. അന്നനാളത്തിൽ പെരിസ്റ്റാൾസിസിലൂടെ പോകുന്നു. മൂന്നാമത് ആമാശയത്തിലേക്കുന്നു. അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്കുന്നു. ആമാശയത്തിൽ വരുന്നതാണ് HCl. HCl ആസിഡാണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവ ആമാശയത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ ആമാശയത്തിൻ്റെ pH ക്രമീകരിക്കുന്നതും HCl ആണ്. HCl രോഗാണുക്കളെ നശിപ്പിക്കുന്നു, pHനെ ക്രമീകരിക്കുന്നു. ദെൻ പെപ്സിന് പ്രോട്ടീനെ ഭാഗിക ദഹനം ചെയ്യുന്നു. ആമാശയത്തിൽ കാണുന്ന പെപ്സിന് പ്രോട്ടീൻ്റെ ഭാഗിക ദഹനം ചെയ്യുന്നു. ലിപ്പേസ് കൊഴുപ്പിൻ്റെ ദഹനത്തെ ബന്ധപ്പെട്ടാണ്. ലിപ്പേസ് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. ശ്ലേഷ്മം അതായത് മൂക്കസ് ദഹനരസങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ആമാശയത്തിൽ ഒരുപാട് ദഹനരസങ്ങളുണ്ട്, പെപ്സിൻ, ലിപ്പേസ് പോലുള്ള. ഇവരുടെ ആക്ഷനിൽ നിന്ന് ഈ ആമാശയത്തിൻ്റെ ഭിത്തിയെ സംരക്ഷിക്കുന്നതാരാണ്? ശ്ലേഷ്മം, മ്യൂക്കസ് ആണ്. അപ്പോൾ ആമാശയത്തിലുള്ളതാണ് HCl, പെപ്സിന്, ലിപ്പേസ്, ശ്ലേഷ്മം. ശേഷം ചെറുകുടലിലേക്ക് എത്തുമ്പോൾ ചെറുകുടലിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ജ്യൂസ് എന്നിവ ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തേക്കാണ്, ചെറുകുടൽ തുടങ്ങുന്ന ആ ഭാഗത്തേക്കാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, അതുപോലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും വരുന്നുണ്ട്. ഇവ എന്താണ്? ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ചെറുകുടലിൽ കാണപ്പെടുന്നതാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ഇതിൽ ഉൾപ്പെടുന്നതാണ് കാർബോഹൈഡ്രേറ്റിനെ. ഇവ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് ദഹിപ്പിക്കുന്നു. കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് ദഹിപ്പിക്കുന്നത് ഇൻഡസ്റ്റൈനൽ ജ്യൂസാണ്. ദെൻ മറ്റൊരു എൻസൈമാണ് പ്രോട്ടിയേസ്. പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു.
ദെൻ പോഷക ഘടകങ്ങൾ ജലം, വിറ്റാമിൻ, ധാതു ആഗിരണമൊക്കെ നടക്കുന്നു. പോഷക ഘടകങ്ങളുടെ ജലം, വിറ്റാമിൻ, ധാതു ആഗിരണമൊക്കെ നടക്കുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൽ നിന്നാണ് ആഗിരണം നടക്കുന്നതെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പോൾ ചെറുകുടലിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ കാണപ്പെടുന്നു. ഇൻഡസ്റ്റൈനൽ ജ്യൂസ് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗലക്ടോസുമാക്കി മാറ്റുന്നു. പ്രോട്ടീയസ് പ്രോട്ടീനെ അമിനോ ആസിഡാക്കുന്നു. പോഷകഘടകങ്ങൾ ജലം, വിറ്റാമിൻ, ധാതുവിൻ്റെയൊക്കെ ആഗിരണം ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. ദെൻ കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുകയാണ് കരൾ ചെയ്യുന്നത്. പിത്തരസത്തിൽ എൻസൈമുകൾ കാണപ്പെടുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം. പിത്തരസത്തിൽ എൻസൈമുകൾ കാണപ്പെടുന്നില്ല. ഇവ എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിനെ ചെറുകണികകളാക്കാൻ സഹായിക്കുന്നു. അതുപോലെ pH ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കരളിൽ വരുന്നതാണ്. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല, കൊഴുപ്പിനെ ചെറുകണികളാക്കുന്നു, pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ദെൻ പാൻക്രിയാസ്, ആമാശയത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് പാൻക്രിയാസ് ഗ്രന്ഥി. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിച്ച് ചെറുകുടലിലേക്ക് വരുന്നതാണ്. ചെറുകുടലിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്നതാണ് പാൻക്രിയാറ്റിക് അമിലേസ്. ഈ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിന് പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിന് പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ആക്ഷനാണ് ചെറുകുടലിൽ ആദ്യം നടക്കുന്നത്. അപ്പോൾ അവിടെ അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിച്ചു. ട്രിപ്സിനെ, അതായത് പ്രോട്ടീനെയും ദഹിപ്പിച്ചു. ലിപ്പേസിനെ മുഴുവനായിട്ട് ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി. ദെൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസാണ് അന്നജത്തിനെയും പ്രോട്ടീനെയും പൂർണ്ണമായിട്ടും ദഹനം നടത്തുന്നത്. അന്നജത്തെ ഗലക്ടോസും ഫ്രക്ടോസും സുക്രോസുമാക്കി മാറ്റുന്നു. പ്രോട്ടീനെ അമിനോ ആസിഡുമാക്കി മാറ്റുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ഘടകങ്ങളായിട്ട് ഇവ ഓരോന്നിനും വരുന്നത് അന്നജത്തിന് ഗലക്ടോസ്, ഫ്രക്ടോസ്, സുക്രോസാണ്. പ്രോട്ടീന് അമിനോ ആസിഡാണ്. കൊഴുപ്പിന് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ദെൻ ഇവിടുന്ന് ആഗിരണങ്ങളെല്ലാം കഴിഞ്ഞു. ശേഷം വൻകുടലിലേക്ക് എത്തുമ്പോൾ വൻകുടലിൽ നിന്നും ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ആഗിരണങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ അതുപോലെ വൻകുടലിൽ കാണപ്പെടുന്ന ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ അവസാനം അവശിഷ്ടങ്ങൾ മലാശയത്തിലേക്ക് എത്തിക്കുന്നു. വൻകുടലിൽ ജലം, ലവണം ആഗിരണം നടക്കുന്നു. ഇവിടെ ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉൽപ്പാദിപ്പിക്കും. അവശിഷ്ടങ്ങൾ മലാശയത്തിലേക്ക് എത്തിക്കുന്നു. ദെൻ ഇത് ഹാൻഡ് ബുക്കിൽ വന്നിട്ടുള്ളതാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എൻസൈമും അതിൻ്റെ ആക്ഷനുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ആദ്യം സലൈവറി ഗ്ലാൻഡ്, അതായത് വായയിൽ വരുന്നതാണ് സലൈവറി ഗ്ലാൻഡ്. ഇത് സലൈവറി അമിലേസ് ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ദെൻ ആമാശയത്തിലെത്തുമ്പോൾ സ്റ്റൊമക്കിൽ പെപ്സിൻ ഉണ്ട്. പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ പെപ്റ്റൈഡും ഓട്ടോ കാറ്റലിസിസും ചെയ്യുന്നു. പെപ്സിന് സ്റ്റൊമക്കിൽ കാണപ്പെടുന്നു. ദെൻ പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന എൻസൈമുകളാണ് പാൻക്രിയാറ്റിക് അമിലേസ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു. ലിപ്പേസ് ഫാറ്റ്സിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ, അതായത് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ദെൻ ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡുകളാക്കുന്നു. ട്രിപ്സിന് പ്രോട്ടീനെ പെപ്റ്റൈഡും സൈമോജൻ ആക്ടിവേഷനാണ് ഇവിടെ നടക്കുന്നത്. ദെൻ കൈമോട്രിപ്സിൻ പറയുന്നത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നു. കാർബോക്സി പെപ്റ്റിഡൈസ് പെപ്റ്റൈഡിനെ ഷോർട്ടർ പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ് ആക്കുന്നു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകളുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ദെൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ, അമിനോ പെപ്റ്റൈഡ്സിനെ ഷോർട്ടർ പെപ്റ്റിഡൈസ് ആൻഡ് അമിനോ ആസിഡ് ആക്കുന്നു. ഡൈപെപ്റ്റിഡൈസ് ആൻഡ് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. എൻഡറോകൈനേസ് ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കുന്നു. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡുകളാക്കുന്നു. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നു. സുക്രോസിനെ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നു. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ദെൻ മനുഷ്യനിൽ പൂർണ്ണമായും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. നമ്മൾ അമീബയുടേതും ഹൈഡ്രയുടെയും കേസിൽ പറഞ്ഞു. അമീബയിൽ കോശ
ആന്തരിക ദഹനമാണ് നടക്കുന്നത്. ഹൈഡ്രയിൽ രണ്ടും നടക്കുന്നുണ്ട്. കോശാന്തരികവുമുണ്ട്, കോശബാഹ്യവുമുണ്ട്. മനുഷ്യൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. അതായത് കോശത്തിനകത്ത് വെച്ചിട്ടല്ല, കോശത്തിന് പുറത്ത് വെച്ചിട്ടാണ് ഓരോ ദഹനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും പോകുന്നത്. അപ്പോൾ മനുഷ്യനിൽ പൂർണ്ണമായിട്ടും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ദെൻ ഓരോ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനമാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ഊർജ്ജോൽപാദനമാണ്, എനർജി ആണ് കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്നത്. പ്രോട്ടീന് ശരീരകലകളുടെ നിർമ്മാണം, ലിപ്പിഡ് ഊർജ്ജോൽപാദനവും സമ്പ്രദാഹാരമായി വർത്തിക്കലും ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ് ഊർജ്ജോൽപാദനം, പ്രോട്ടീന് ശരീരകലകളുടെ നിർമ്മാണം, ലിപ്പിഡ് ഊർജ്ജോൽപാദനം, സമ്പ്രദാഹാരമായി വർത്തിക്കൽ. ദെൻ ലഘുപോഷകങ്ങളുടെ ആഗിരണം. ദഹനം കഴിഞ്ഞ് ഇനി ആഗിരണമാണ്. ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം നടക്കുന്നതെന്ന് നമുക്കറിയാം. ചെറുകുടൽ 6 മീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വ്യാസവുമാണ് അതുപോലെ പേശി നിർമ്മിതവുമാണ്. ചെറുകുടലിൻ്റെ ലെങ്ത്തും ഡയമീറ്ററാണ് തന്നിട്ടുള്ളത്. 6 മീറ്റർ നീളം, 2.5 സെൻറ്റിമീറ്റർ വ്യാസം. ഇതൊരു പേശി നിർമ്മിതമാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തെയാണ് പക്വാശയം എന്ന് പറയുന്നത്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്താണ് പക്വാശയം എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് പിത്താശയത്തെ പിത്തരസവും അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ വരുന്നത്. ഉൾഭിത്തിയിലെ വിരല് പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. നമ്മൾ 5ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് പഠിച്ചതാണ്. ഉൾഭിത്തിയിലെ ഈ ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് വില്ലസുകൾ കൊണ്ട് നിർമ്മിതമാണ്. വില്ലസുകൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വിരലിൻ്റെ ഒരു ആകൃതിയിൽ വരുന്ന കാര്യമാണ്. ഇതെന്ത് ചെയ്യുന്നു? ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുന്നു. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് വില്ലസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെന്താണ് മാക്സിമം പ്രതല വിസ്തീർണം ചെറുകുടലിന് നൽകുന്നുണ്ട്. ഇതാണ് കാണുന്നത്. ചെറുകുടലിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ വിരല് പോലുള്ള ഒരുപാട് വില്ലസുകൾ കാണപ്പെടുന്നുണ്ട്. അടുത്തത് വില്ലസിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. വില്ലസിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഒരൊറ്റ വില്ലസിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. വില്ലസിലേക്ക് ഒരുപാട് രക്തലോമികൾ വരുന്നുണ്ട്. പുറം ഭാഗത്ത് കാണപ്പെടുന്നതാണ് അതിൻ്റെ ബാഹ്യഭാഗം. സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് പുറം ഭാഗം വരുന്നത്. അതിനുശേഷം അതിന് പുറത്ത് വരുന്നതാണ് രക്തലോമികകൾ വരുന്നുണ്ട്. റെഡ് കളറിൽ വരുന്നത് ധമനിയും ബ്ലൂ കളറിൽ വരുന്നത് സിരകളുമാണ്. അതുപോലെ ലാക്റ്റിയലാണ് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ലാക്റ്റിയൽ നടുക്ക് വരുന്നതാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലാക്റ്റിയൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ സിരകളും ധമനികളും എല്ലാ വില്ലസിനും അകത്ത് കാണപ്പെടുന്നു. പുറത്ത് കാണപ്പെടുന്നത് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാണ്. എപ്പിത്തീലിയൻ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് വില്ലസ്. അതായത് ഒരൊറ്റ നിര കോശങ്ങളാണ്. ദെൻ രക്തലോമികളുണ്ട്. നടുക്കായിട്ട് ലാക്റ്റിയലും വരുന്നുണ്ട്. ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങൾ എന്ന് പറയുന്നത് പോഷകാകിരണത്തിലുള്ള പ്രാഥമിക പ്രതലമാണ്. പോഷകങ്ങൾ ഓരോ വില്ലസിൻ്റെയും അടുത്തേക്ക് വരുമ്പോൾ ഈ എപ്പിത്തീലിയൻ ടിഷ്യൂടെ അകത്തുകൂടെയാണ് ആകിരണം പ്രാഥമിക പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങൾ. ദെൻ രക്തലോമികൾ കണ്ടു. സിരകളുമുണ്ട്, ധമനിയുമുണ്ട്. ധമനിയുടെ ശാഖ വില്ലസിലേക്ക് പ്രവേശിക്കുന്നു. അതായത് നമ്മൾ ഈ കണ്ട റെഡ് കളറാണ് വില്ലസിൻ്റെ ശാഖ. ധമനിയുടെ ശാഖ വില്ലസിലേക്ക് വരുന്നു. അത് രക്തലോമികൾ കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരുപാട് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ധമനി റെഡ് കളറിൽ വരുന്ന ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ദെൻ ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് പിന്നെ സിരകളായിട്ട് പുറത്തു പോകുന്നു. ധമനിയുടെ ശാഖ വില്ലസിൽ പ്രവേശിച്ച് ലോമികകളായി തിരിയുന്നു. തുടർന്ന് കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തു പോകുന്നു. ഈ രക്തലോമികൾ എന്താണ് ആഗിരണം ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ആഗിരണം ചെയ്യുന്നത് രക്തലോമികളാണ്. രക്തലോമികളുടെ ഉള്ളിൽ രക്തമുണ്ടായിരിക്കും. ഈ രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യുന്നത് ഏതൊക്കെ? അന്നജത്തിനെ ചെറുഘടകങ്ങളാക്കിയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. അതുപോലെ പ്രോട്ടീൻ്റെ ചെറുഘടകമായിട്ടുള്ള അമിനോ ആസിഡും ആഗിരണം ചെയ്യുന്നത് രക്തലോമികളിലേക്കാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ആഗിരണം രക്തലോമികളിലേക്കാണ് നടക്കുന്നത്. ലാക്റ്റിയൽ എന്ന് പറയുന്നത് ലിംഫ് വാഹിയുടെ ശാഖയാണ്. ലിംഫ് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ലിംഫ് എന്ന് പറയുമ്പോൾ നമ്മൾ
പോകുന്നതാണ് രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലിൽ വരുന്ന ദ്രാവകമാണ് പ്ലാസ്മ. ഈ രക്തക്കുഴലിൽ നിന്ന് അതിൻ്റെ ചെറിയ സുഷിരങ്ങളിലൂടെ ഒരു ദ്രാവക ഭാഗം മാത്രമായിട്ട് പുറത്തേക്ക് വരും. അതായത് കോശങ്ങൾക്കിടയിലേക്ക് രക്തക്കുഴലിൽ നിന്ന്, കോശങ്ങളിൽ അകത്തേക്കല്ല, കോശങ്ങൾക്ക് ഇടയിലേക്ക് രക്തക്കുഴലിൽ നിന്ന് ദ്രാവകമായിട്ട് ചെറിയ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് വരും. അതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. കോശദ്രവ്യങ്ങൾ രക്തക്കുഴലിൽ നിന്ന് പുറത്തു വരികയും ഈ കോശദ്രവ്യങ്ങൾ പിന്നീട് ലിംഫ്, അതായത് ലിംഫ് എന്ന് പറയുന്ന കുഴലുകളുണ്ടാവും, അതിനകത്തേക്ക് കയറുന്നു. ഇതാണ് ലിംഫ് വാഹികൾ എന്ന് പറയുന്നത്. ഈ ലിംഫ് വാഹിയുടെ ഒരു ശാഖയാണ് ലാക്റ്റിയൽ. അപ്പോൾ ലാക്റ്റിയയിലൂടെ പോകുന്നത് ലിംഫാണ്. അതായത് രക്തത്തിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ടുള്ള കോശദ്രവ്യം. ഈ കോശദ്രവ്യം ഈ ലിംഫിലേക്ക് കയറുന്നതിനെയാണ് ലിംഫ് പറയുന്നത്. ഈ ലിംഫ് വെസലിൻ്റെ അതായത് ലിംഫ് വാഹിയുടെ ഒരു ശാഖയാണ് ലാക്റ്റിയൽ. ഈ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. ഇവിടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നടക്കുന്നത് ലിംഫിലേക്കാണ്. അതായത് ലിപ്പിഡ്, കൊഴുപ്പിനെ ചെറുഘടകങ്ങളാക്കിയതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇതിനെ ആഗിരണം ചെയ്യുന്നത് ലാക്റ്റിയലാണ്. അന്നജത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ചെറുഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നത് രക്തലോമികയും കൊഴുപ്പിൻ്റെ ചെറുഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നത് ലാക്റ്റിയലുമാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ദെൻ രക്തത്തിനെ കുറിച്ച് നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിച്ചതാണ്. ദെൻ രക്തം എന്ന് പറയുമ്പോൾ അതിൽ 2 തരത്തിൽ വരുന്നുണ്ട്, പ്ലാസ്മയും രക്തകോശങ്ങളും. പ്ലാസ്മ എന്ന് പറയുന്നത് അതിൻ്റെ ദ്രാവക ഭാഗമാണ്. അതിൽ ഒരുപാട് കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്, അതിനെയാണ് രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. രക്തത്തെ 2ആയിട്ട് തിരിച്ചാൽ രക്തത്തിൽ 55% പ്ലാസ്മയാണ് വരുന്നത്, അതിൻ്റെ ദ്രാവക ഭാഗം. 55% പ്ലാസ്മയാണ്, 45% രക്തകോശങ്ങൾ വരുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് അതിൽ ജലമുണ്ടായിരിക്കും, പ്രോട്ടീനുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും വരും. പ്ലാസ്മയിൽ ജലം, പ്രോട്ടീൻ, പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ദെൻ മറ്റ് ഘടകങ്ങളും വരുന്നുണ്ട്. രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങളും പ്ലേറ്റ്ലെറ്റും. ചുവന്ന രക്തകോശങ്ങളുടെ ധർമ്മം എന്താണ്? ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോവുക. കാർബൺ ഡയോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ ഓക്സിജനെയും കോശങ്ങളിൽ നിന്നും കോശങ്ങൾക്ക് അകത്തേക്കൊക്കെ കൊടുക്കുന്നതാരാണ്? ചുവന്ന രക്തകോശങ്ങളാണ്. വെളുത്ത രക്തകോശം എന്ന് പറയുന്നത് രോഗപ്രതിരോധമാണ് അതിൻ്റെ പ്രവർത്തനം. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ രക്തം 2ആയിട്ട് തിരിച്ചാൽ പ്ലാസ്മ 55% പ്ലാസ്മയാണ്, 45% രക്തകോശങ്ങളാണ്. പ്ലാസ്മയുടേത് ജലം ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ പ്രോട്ടീനുകളായ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ദെൻ മറ്റ് ഘടകങ്ങൾ വരുന്നുണ്ട്. രക്തകോശങ്ങളാണ് ചുവന്ന രക്തകോശങ്ങൾ. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് വഹിക്കലാണ് ജോലി. അതുപോലെ വെളുത്ത രക്തകോശങ്ങൾ രോഗപ്രതിരോധം. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. ദെൻ ഇവിടെ കാണപ്പെടുന്ന പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളുടെ ധർമ്മം അത് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. 3 പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഗ്ലോബുലിൻ രോഗപ്രതിരോധം, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ആൽബുമിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഗ്ലോബുലിൻ രോഗപ്രതിരോധം, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ദെൻ ലിംഫ് വ്യവസ്ഥ നേരത്തെ നമ്മളൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. ലിംഫ് വ്യവസ്ഥ ഇവിടെ ഡയഗ്രം ശ്രദ്ധിക്കുക. ധമനി വരുന്നുണ്ട്, റെഡ് കളറിൽ കാണുന്നതാണ് ധമനി, ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് സിര. ഇവിടെ ധമനിയിൽ നിന്നുള്ള രക്തം പോകുന്നു, അത് രക്തലോമികളായിട്ട് തിരിയുന്നുണ്ട്. അതായത് മെയിൻ കുഴലുകളാണ് ധമനിയും സിരയും. ഈ ധമനിയെ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ചില്ലകളായിട്ട് വരുന്നതാണ് രക്തലോമികൾ. ഇവ തരം തിരിയുകയും പിന്നീട് അത് കൂടിച്ചേരുമ്പോൾ സിരയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രക്തലോമികളായിട്ട് തിരിഞ്ഞ് ഓരോ കോശങ്ങളിലേക്ക് ഓക്സിജനെ കൊടുക്കുകയും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പിന്നെ അത് കൂടിച്ചേർന്നിട്ടാണ് സിരയിലേക്ക് പോകുന്നത്. അപ്പോൾ ധമനിയിൽ ഓക്സിജൻ കൂടിയ രക്തമായിരിക്കും, അത് കോശങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും കോശങ്ങളിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും അവിടെ നിന്ന് കിട്ടിയ കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? കാർബൺ ഡയോക്സൈഡ് കൂടിയ രക്തമായിട്ട് മാറി അത് പിന്നെ സിരയിലൂടെ ഒഴുകുന്നു.
അപ്പോൾ ഈ ലോമികയിൽ നിന്ന് ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് രക്തത്തിൽ നിന്നുള്ള ദ്രാവക ഭാഗം പുറത്തേക്ക് ഊസ് ചെയ്യും, അതായത് ഊർന്നിറക്കും. ഈ ഭാഗത്ത് ഇതിനെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഈ കോശദ്രവ്യം പിന്നീട് കോശങ്ങൾക്കിടയിൽ കടക്കുകയാണ് ഈ കോശദ്രവ്യം. ഈ കോശദ്രവ്യം ലിംഫ് വാഹിയിലേക്ക് പ്രവേശിക്കുന്നു. ലിംഫ് വാഹിയാണ് ഗ്രീൻ കളറിൽ തന്നിട്ടുള്ളത്. രക്തലോമികൾക്കിടയിലൂടെ ഉള്ള ഒരു കുഴലുകളാണ് ലിംഫ് വാഹി. ഈ കോശദ്രവ്യം ലിംഫ് വാഹിയിലേക്ക് കടക്കുന്നു. അതാണ് ലിംഫ് വാഹിയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ടിഷ്യൂ ദ്രവ്യം, അതായത് കോശദ്രവ്യം, ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് കോശദ്രവ്യം. കോശങ്ങളും കോശദ്രവ്യവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അപ്പോൾ ലോമികകളിൽ നിന്ന് ധമനി ലോമികയായി മാറി ലോമികയുടെ ചെറിയ സുഷിരങ്ങളിലൂടെ രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഊർന്നിറങ്ങുന്നു. ഈ ഊർന്നിറങ്ങിയ ഭാഗത്തെയാണ് ടിഷ്യൂ ദ്രവ്യം എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ ദ്രവ്യത്തിൽ നിന്നാണ് കോശങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ നൽകുന്നത്. ഈ ടിഷ്യൂ ദ്രവ്യത്തിൽ നിന്ന് കുറച്ച് ഭാഗം എന്നിട്ട് എന്ത് ചെയ്യും? ലിംഫ് വാഹിയിലേക്ക് കയറുന്നു. അങ്ങനെയാണ് ലിംഫ് വാഹിയിൽ ലിംഫ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പാഠപുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ദ്രവ്യം, അപ്പോൾ നമ്മൾ ലോമിക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ടിഷ്യൂ ദ്രവം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ടിഷ്യൂ ദ്രവ്യം കോശങ്ങൾക്കിടയിൽ നിറഞ്ഞ് ഇരിക്കണ്ടേ, അതായത് ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ അതിൻ്റെ ആ ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ടിഷ്യൂ ദ്രവ്യം ഒരു കണക്കിലേറെ കോശങ്ങൾക്കിടയിൽ വരുമ്പോൾ അതെന്ത് ചെയ്യും? തിരിച്ച് രക്തക്കുഴലുകളിലേക്കോ അല്ലെങ്കിൽ ലിംഫിലേക്കോ കയറുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ബാലൻസിങ് വരുന്നത്. ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ബാലൻസിങ് വരുന്നത് തിരിച്ച് രക്തലോമികയിലേക്ക് അല്ലെങ്കിൽ ലിംഫിലേക്ക് കയറുന്നു. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആ അളവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ടിഷ്യൂ ദ്രവ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ലിംഫ് അറിയുന്നത് ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ ഒരു ഭാഗം ലിംഫിലേക്ക് കയറി, അതാണ് ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനുകളും സംവഹനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ലാക്റ്റിയലിലേക്കാണ് ആരാഗിരണം ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും, അതായത് കൊഴുപ്പിൻ്റെ ചെറുഘടകങ്ങളായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്നത് ലാക്റ്റിയലിലേക്കാണ്, അതായത് ലിംഫ് വാഹിയിലേക്കാണ്. അപ്പോൾ ഈ ലിംഫ് വാഹിയിലൂടെയാണ് കൊഴുപ്പിൻ്റെ ഘടകങ്ങൾ, ചെറുഘടകങ്ങളായ ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും സംവഹനം നടക്കുന്നത്. അതുപോലെ ഫാറ്റ് സൊല്യൂബിൾ, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇവ 4 സംവഹനം നടക്കുന്നതും ലിംഫ് വാഹിയിലൂടെയാണ്. ലിംഫ് വ്യവസ്ഥ, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ എന്നിവ അടങ്ങിയതാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട്. ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ എന്നിവ അടങ്ങിയതാണ് ലിംഫ് വ്യവസ്ഥ. രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ദെൻ ധമനി ലോമിക സിര നമ്മൾ ഡിസ്കസ് ചെയ്തു. ധമനി എന്ന് പറയുന്നത് കട്ടി കൂടിയിട്ടുള്ള രക്തക്കുഴലാണ്. 3 രക്തക്കുഴലുകളാണ് ധമനിയും ലോമിക സിരയും. ധമനി എന്ന് പറയുന്നത് ആർട്ടറി, കട്ടി കൂടിയിട്ടുള്ള രക്തക്കുഴലാണ് ധമനി. ഇലാസ്തികതയുള്ള ഭിത്തിയാണ് വരുന്നത്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുവരുന്നത് ആരാണ്? ധമനിയാണ്. അതായത് ഓക്സിജൻ കൂടുതലുള്ള രക്തം കൊണ്ടുവരുന്നത് ധമനിയാണ്. കട്ടി കൂടിയിട്ടുള്ള ഭിത്തിയാണ് ഇതിനുള്ളത്. അതുപോലെ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് ഇതിലൂടെ ഒഴുകുന്നത്. ദെൻ ലോമിക, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അതായത് ഈ സുഷിരങ്ങളിലൂടെയാണ് നമ്മൾ പറഞ്ഞു ടിഷ്യൂ ദ്രവ്യം പുറത്തിറങ്ങുന്നത്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ദെൻ സിര, കട്ടി കുറഞ്ഞ ഭിത്തിയാണ് സിരക്കുമുള്ളത്. കട്ടി കൂടിയത് ധമനിക്ക് മാത്രമാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയാണ് സിരക്കുള്ളത്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. വാൽവുകൾ കാണപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത്, അതായത് കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള രക്തം പോകുന്നത് സിരയിലൂടെയായിരിക്കും. ധമനി, ലോമിക, സിര. ദെൻ എന്താണ് പോർട്ടൽ സിര? നമ്മൾ പഠിച്ചു, ഓരോ അവയവങ്ങളിൽ നിന്നും അവിടെ
ഓക്സിജൻ രക്തം വരുന്ന രക്തത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുകയും ദെൻ അത് അശുദ്ധ രക്തമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഈ അശുദ്ധ രക്തം പിന്നീട് ഹൃദയത്തിലേക്ക് പോയി ഹൃദയത്തിൽ നിന്ന് പിന്നെയും ശുദ്ധീകരിച്ച് വീണ്ടും അവയവങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില അവയവങ്ങളിൽ നിന്ന് നേരിട്ട് അവരിൽ നിന്നുള്ള രക്തം നേരിട്ട് ഹൃദയത്തിലേക്കല്ല പോകുന്നത്. അത് ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് എത്തി ആ അവയവത്തിൽ നിന്ന് പിന്നീടാണ് ഹൃദയത്തിലേക്ക് പോകുന്നത്. ഇതിനെയാണ് പോർട്ടൽ സിര എന്ന് പറയുന്നത്. അതായത് കൃത്യം നേരിട്ട് ഹൃദയത്തിൽ എത്തിക്കാതെ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് എത്തിച്ച് പിന്നീട് പോകുമ്പോഴാണ് പോർട്ടൽ സിര എന്ന് പറയുന്നത്. സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ഉദാഹരണമായിട്ട് വരുന്നതാണ് ഹെപ്പാറ്റിക് സിര. ചെറുകുടലിൽ നിന്ന് കരളിലേക്ക് വഹിക്കുന്നു. ചെറുകുടലിൽ നിന്നിട്ടുള്ള രക്തം കരളിലേക്ക് വഹിക്കുന്നു. അവിടെ നിന്നിട്ടാണ് പിന്നീട് ഹൃദയത്തിലേക്ക് പോകുന്നത്. അതിന് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് സിര. ഹാൻഡ് ബുക്കിൽ കുറച്ച് സിരകൾ കൂടിയും പോർട്ടൽ സിരകൾ കൂടിയും ഉദാഹരണം വരുന്നുണ്ട്. ഹെപ്പാറ്റിക് സിര അതായത് ചെറുകുടലിൽ നിന്ന്, അതുപോലെ ആമാശയത്തിൽ നിന്ന്, സ്പ്ലീനിൽ നിന്ന്, പാൻക്രിയാസിൽ നിന്നും പിത്താശയത്തിൽ നിന്നൊക്കെ രക്തം ആദ്യം കരളിലേക്കാണ് പോകുന്നത്. കരളിൽ നിന്നാണ് പിന്നീട് ഹൃദയത്തിലേക്ക് പോകുന്നത്. കുടലിൽ നിന്നുള്ള, ആമാശയത്തിൽ നിന്നുള്ള, സ്പ്ലീനിൽ നിന്നുള്ള, പാൻക്രിയാസിൽ നിന്ന്, പിത്താശയത്തിൽ നിന്നൊക്കെ രക്തം ആദ്യം കരളിലെത്തിയിട്ട് ഹെപ്പാറ്റിക് സിരയിലൂടെ പിന്നെ ഹൃദയത്തിലേക്ക് എത്തുന്നു. മറ്റൊരു പോർട്ടൽ സിരയാണ് ഹൈപ്പോഫൈസിയൽ സിര. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും തമ്മിൽ വരുന്നതാണ് ഹൈപ്പോഫൈസിയൽ സിര. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കും ഇടയിൽ വരുന്നതാണ് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിര. ദെൻ റീനൽ സിര. ഇവ മനുഷ്യരിൽ മാത്രമല്ല മത്സ്യങ്ങളിൽ, ഉഭയജീവികളിൽ, പക്ഷികളിൽ, ഉരകങ്ങളിൽ എന്നിവയിൽ കാണപ്പെടുന്നു. സസ്തനികളിൽ കാണപ്പെടാത്ത സിരയാണ് റീനൽ സിര. രക്തശുദ്ധീകരണമാണ് ഈ സിരയിലൂടെ നടക്കുന്നത്. മത്സ്യങ്ങളിലും ഉഭയജീവികളും പക്ഷികളും ഉരകങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട്. സസ്തനികളിൽ കാണപ്പെടുന്നില്ല. ദെൻ പോർട്ടൽ സിരയുടെ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. മുകളിൽ തന്നിട്ടുള്ളത് ഹൃദയമാണ്. മഹാസിരയിലൂടെയാണ് രക്തം വരുന്നത്. മഹാധമനിയിലൂടെ രക്തം പോവുകയും ചെയ്യുന്നു. ഇവിടെ ചെറു ലിംഫ് വാഹികളിൽ നിന്നും വലിയ ലിംഫ് വാഹികളിലേക്ക് ഹൃദയം എത്തിക്കുന്നു. ഇവിടെ താഴെ പോഷകഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയുടെ ചെറു ലിംഫ് വാഹികളിലേക്ക്. വില്ലസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, താഴെ ഒരു വില്ലസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ പോഷകഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയലിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക് എത്തുന്നു. അതായത് വില്ലസിൽ ആഗിരണം നടക്കും. ലാക്റ്റിയലിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം നടക്കുന്നുണ്ട്. അത് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ലിംഫ് വാഹി രക്തക്കുഴലുകൾ മാത്രമല്ല ലിംഫ് വാഹിയും ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. ലാക്റ്റിയൽ, വില്ലസിൽ നിന്ന്, അതുപോലെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ലിംഫ് വാഹികൾ ഹൃദയത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഹൃദയത്തിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. അതായത് ഇത് ശുദ്ധീകരിക്കാനും ഹൃദയത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ പോഷകഘടകങ്ങൾ വില്ലസിലെ രക്തോലോമിൽ നിന്ന് പോർട്ടൽ ചെറുകുടലിൽ നിന്ന്, ആമാശയത്തിൽ നിന്നൊക്കെ എടുക്കുന്ന പോഷകഘടകങ്ങൾ കരളിലേക്ക് എത്തുന്നു. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴിയാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. പോർട്ടൽ സിര കാണിക്കാനുള്ള ഒരു ഡയഗ്രമാണിത്. ചെറുകുടലിൽ നിന്നും ആമാശയത്തിൽ നിന്നും ഇവിടെ കരളിലെത്തുന്നു. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ലിംഫ് വാഹികളിൽ നിന്നും ലിംഫും എവിടെ എത്തുന്നുണ്ട്? ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. അമിനോ ആസിഡും ഗ്ലൂക്കോസും എവിടെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? രക്തലോമികളിലേക്കാണ് അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ഒക്കെ ആഗിരണം ചെയ്യുന്നത്. ഇവ പോർട്ടൽ സിര വഴിയാണ്. അതായത് ചെറുകുടലിൽ ഇവ ആഗിരണം നടന്നു. എങ്ങോട്ടാണ് നടക്കുന്നത്? രക്തലോമികളിലേക്കാണ്, രക്തക്കുഴലുകളിലേക്കാണ് അമിനോ ആസിഡും ഗ്ലൂക്കോസും കയറുന്നത്. എന്നിട്ട് അത് പോർട്ടൽ സിരയിലൂടെ കരളിലേക്ക് എത്തുന്നു. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി മഹാസിരയിലേക്കും മഹാസിരയിലൂടെ ഹൃദയത്തിലേക്കും എത്തുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളും അപ്പോൾ നമ്മൾ ആഗിരണം ചെയ്ത ഓരോ കാര്യങ്ങളും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, അതുപോലെ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഈ ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. അമിനോ ആസിഡും ഗ്ലൂക്കോസും വില്ലസിലെ രക്തലോമികൾ വഴി പോർട്ടൽ സിരയിലൂടെ കരളിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഹെപ്പാറ്റിക് സിരയിലൂടെ ആണ് ഹൃദയത്തിലേക്ക് എത്തുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും വില്ലസിലെ ലാക്റ്റിയലിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ഈ ലാക്റ്റിയൽ അറിയുന്നത് ലിംഫ് വാഹിയാണ്. ലിംഫ് വാഹി പിന്നീട് മഹാസിര വഴി ഹൃദയത്തിലേക്ക് കയറുന്നു. പോഷകഘടകങ്ങൾ ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് കരളിൽ എത്തുന്നത് എന്തിനാണ്? അപ്പോൾ പോർട്ടൽ സിരയിൽ നമ്മൾ പറഞ്ഞു ചെറുകുടലിലും ആമാശയത്തിലൊക്കെയുള്ള ദഹിച്ച വസ്തുക്കൾ ആദ്യം
ആഗിരണം ചെയ്ത രക്തത്തിലേക്ക് ആഗിരണം ചെയ്തിട്ടുള്ളത് ആദ്യം എത്തുന്നത് കരളിലേക്കാണ്. എന്തിനാണ് ഇങ്ങനെ എത്തുന്നത്? പോഷകഘടകങ്ങളുടെ വിതരണം കൃത്യമായിട്ട് നടത്തുന്നത് കരളിൽ വെച്ചാണ്. പോഷകഘടകങ്ങളുടെ വിതരണം ഓരോ അവയവഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാരാണ്? കരളാണ്. അതുപോലെ ഗ്ലൈക്കോജൻ, മിനറൽസ്, വൈറ്റമിനുകളൊക്കെ സംഭരിക്കുന്നതും കരളിലാണ്. ദെൻ ചെറുകുടൽ ആഗിരണം ചെയ്ത വിഷപദാർത്ഥങ്ങൾ നിർവീര്യമാക്കുന്നു. രക്തത്തിലേക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങളും ഇത് ആഗിരണം ചെയ്തിട്ടുണ്ടാകാം. ഈ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്നതാരാണ്? കരളിൽ വെച്ചിട്ടാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഉപാപചയം മെറ്റബോളിസം നടക്കുന്നു. അപ്പോൾ പോഷകഘടകങ്ങളുടെ വിതരണം ഗ്ലൈക്കോജൻ, മിനറൽസ്, വൈറ്റമിൻ സംഭരിക്കുന്നുണ്ട്. ചെറുകുടൽ ആഗിരണം ചെയ്ത വിഷപദാർത്ഥങ്ങൾ നിർവീര്യമാക്കുന്നത് കരളാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഉപാപചയം നടക്കുന്നതും കരളിൽ വെച്ചിട്ടാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൃദയം. ഹൃദയത്തിൻ്റെ സ്ഥാനമാണ് തന്നിട്ടുള്ളത്. മുന്നിലൊരു സ്റ്റേണം വരുന്നുണ്ട്. വാരിയെല്ലുകൾക്കിടയിൽ നട്ടെല്ലിനും വാരിയെല്ലിനും സ്റ്റേണം മുന്നിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഹൃദയം വരുന്നത്. ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഔരസാശയം അതായത് നമ്മുടെ ശ്വാസകോശം, ഹൃദയമൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് ഔരസാശയം എന്ന് പറയുന്നത്. ഇവിടെ ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ഹൃദയം കാണപ്പെടുന്നത്. പെരികാർഡിയം എന്ന് പറയുന്നത് ഒരു ഇരട്ട പുറം സ്ഥലമാണ്. ഇതിൻ്റെ സ്ഥലപാളിയാണ്, ഹൃദയത്തിൻ്റെ സ്ഥലമാണ് പെരികാർഡിയം. ഇതൊരു ഇരട്ട സ്ഥലമാണ്. 2 ലെയേർഡായിട്ടാണ് പെരികാർഡിയം വരുന്നത്. ഇടയിൽ പെരികാർഡിയൽ ദ്രവം കാണപ്പെടുന്നു. പെരികാർഡിയത്തിൻ്റെ അതായത് ഇരട്ട സ്ഥലമാണ്. ഈ ഇരട്ട സ്ഥലത്തിൻ്റെ 2 സ്ഥലത്തിൻ്റെ ഇടക്കായിട്ടെന്നാണ് പെരികാർഡിയൽ ദ്രവം കാണപ്പെടുന്നു. ഇതെന്തിനാണ്? ഈ സ്ഥലങ്ങൾക്കിടയിൽ ഘർഷണം കുറക്കാൻ സഹായിക്കുന്നു. ബാഹ്യക്ഷതകളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. പെരികാർഡിയം ഇരട്ട സ്ഥലം, ഇടയിൽ പെരികാർഡിയൽ ദ്രവം കാണുന്നു. ഇവ സ്ഥലങ്ങൾക്കിടയിൽ ഘർഷണം കുറക്കുന്നു. ബാഹ്യക്ഷതകളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. ദെൻ ഹൃദയത്തിൻ്റെ ഡയഗ്രാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. റിവൈസ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിന് വരുന്നത്. 4 അറകളാണ്. മുകളിൽ 2 എണ്ണം ഏതൊക്കെയാണ്? വലത്ത് ഏട്രിയവും ഇടത്തു ഏട്രിയവും. AB എന്ന് കൊടുത്തിട്ടുള്ളതാണ്. മുകളിൽ വരുന്ന 2 അറകൾ വലത്ത് ഏട്രിയവും ഇടത്തു ഏട്രിയവും. താഴെ CD എന്ന് വരുന്ന വലത്തു വെൻട്രിക്കിളും ഇടത്തു വെൻട്രിക്കിളും. അപ്പോൾ 4 അറകളാണ്. വലത്ത് ഏട്രിയം, ഇടത്ത് ഏട്രിയം, താഴെ വലത്തു വെൻട്രിക്കിൾ, ഇടത്തു വെൻട്രിക്കിൾ. ദെൻ ഹൃദയത്തിലേക്ക് ആദ്യം ഏട്രിയത്തിലേക്ക് വരുന്നു. അധോമഹാസിര ഏട്രിയത്തിലേക്ക് വരുന്നു. അതുപോലെ ഊർധ്വമഹാസിരയും വലത് ഏട്രിയത്തിലേക്കാണ് വരുന്നത്. അതിനുശേഷം അതായത് വലത് വെൻട്രിക്കിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ശ്വാസകോശധമനി. ദെൻ ഇടത് ഏട്രിയത്തിലേക്ക് ശ്വാസകോശ സിര വരുന്നുണ്ട്. അതുപോലെ ഇടത് വെൻട്രിക്കിൽ നിന്ന് മഹാധമനി പുറത്തു പോകുന്നുണ്ട്. ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്താണ്? അശുദ്ധ രക്തം വരുന്നു, ശുദ്ധരക്തമായിട്ട് അവയവങ്ങളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവയവങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വരുന്നതാണ് അധോമഹാസിരയും ഊർധ്വമഹാസിരയും. അധോമഹാസിര വരുന്നത് നമ്മുടെ ഹൃദയത്തിന് താഴെ വരുന്ന അവയവഭാഗങ്ങൾ, കാല്, അതുപോലെ ആമാശയം. ഈ ഹൃദയത്തിന് താഴോട്ട് വരുന്ന അവയവഭാഗങ്ങളിൽ നിന്നാണ് അധോമഹാസിര രക്തം കൊണ്ടുവരുന്നത് വലത് ഏട്രിയത്തിലേക്കാണ്. ഹൃദയത്തിന് താഴെ വരുന്ന അവയവഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതാണ് അധോമഹാസിര. ഊർധ്വമഹാസിര എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മുകളിലുള്ള അവയവഭാഗങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ മുകളിൽ വരുന്ന, അതായത് കൈ വരും, അതുപോലെ നമ്മുടെ തലഭാഗങ്ങളും, ഇവയിൽ നിന്ന് അശുദ്ധ രക്തം കൊണ്ടുവരുന്നതാണ് ഊർധ്വമഹാസിര. ഇവ രണ്ടും കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ്? വലത് ഏട്രിയത്തിലേക്കാണ്. വലത് ഏട്രിയത്തിൽ നിന്ന് ഇവ എന്തു ചെയ്യും? അതായത് വലത് വെൻട്രിക്കിലേക്ക് പോകുന്നു. വലത് വെൻട്രിക്കിളിനും വലത് ഏട്രിയത്തിനും ഇടയ്ക്ക് വരുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. അതായത് 3 ട്രൈകസ്പിഡ് വാൽവ് വരുന്നത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു വാൽവും വരുന്നുണ്ട് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ബൈകസ്പിഡ് വാൽവ്. അതായത് 2 എന്ന അർത്ഥം വരുന്ന ബൈകസ്പിഡ് വാൽവാണ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയ്ക്ക് വരുന്നത്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ 2 രക്തങ്ങൾ വരുന്ന പറഞ്ഞു. അധോമഹാസിരയിൽ നിന്നും ഊർധ്വമഹാസിരയിൽ നിന്നും അവയവ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തമാണ് വരുന്നത്. ഇത് ശുദ്ധീകരിച്ചിട്ട്
ഇവിടെ ശുദ്ധീകരണം നടന്നിട്ട് ഏതിൽ നിന്നാണ് പോകുന്നത്? മഹാധമനിയിലൂടെയാണ് അവയവങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിക്കുന്നത്. ഇത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന മഹാധമനിയിലൂടെയാണ് ശുദ്ധമായ രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവയവങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വരുന്നത് അധോമഹാസിരയിലൂടെയും ഊർധ്വ മഹാസിരയിലൂടെയും. രക്തം എന്നിട്ട് ശുദ്ധീകരിച്ച് മഹാധമനിയിലൂടെ അവയവ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇനി അവയവങ്ങളുടേത് പറഞ്ഞു. സിരകളിലൂടെ അശുദ്ധ രക്തം വരുന്നു, ധമനിയിലൂടെ ശുദ്ധരക്തം പോകുന്നു. ഇനി അവയവങ്ങളിൽ നിന്ന് മാത്രമാണോ ഹൃദയത്തിലേക്ക് രക്തം വരുന്നത്? അല്ല, ശ്വാസകോശത്തിൽ നിന്നും വരുന്നുണ്ട്. ശ്വാസകോശത്തിൽ നിന്നും രക്തം വരുന്നത് ശ്വാസകോശ സിരയിലൂടെയാണ്. ഇത് ഇടത് ഏട്രിയത്തിലേക്കാണ് എത്തുന്നത്. ശ്വാസകോശ സിരയിലൂടെ ഇടത് ഏട്രിയത്തിലേക്ക് വരുന്നു. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വരുന്നത് ഇതിവിടെ അസംഷനാണ്. സിര എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അശുദ്ധ രക്തമാണ് വരുന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത്. എന്നാൽ ഇത് എക്സംഷനായിട്ട് വരുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയതല്ല, ഓക്സിജൻ കൂടിയ രക്തമാണ് വരുന്നത്. അതായത് നമ്മൾ ശ്വാസകോശത്തിലേക്കാണ് ഓക്സിജൻ ശ്വസിച്ചെടുക്കുന്നത്. അപ്പോൾ ഓക്സിജൻ കൂടിയ രക്തം ശ്വാസകോശ സിരയിലൂടെ വരികയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തമാണ് ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. അത് പോകുന്നത് ഏതിലൂടെയാണ്? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലൂടെയാണ് പോകുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പോകുന്നതെന്ന് കുറച്ച് കൺഫ്യൂഷൻ വരും. കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു സ്ക്വയറായിട്ട് വരച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഈ കെട്ടിപ്പിടക്കളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങളായിട്ട് വരയ്ക്കുക. അതിനുശേഷം പഠിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു അവയവങ്ങളിൽ നിന്ന് വരുന്നു, അതുപോലെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്നു. അവയവങ്ങളിൽ നിന്ന് വരുന്നത് അധോമഹാസിരയിൽ നിന്നും വരുന്നുണ്ട്, ഊർധ്വമഹാസിരയിലൂടെയും വരുന്നുണ്ട്. ഊർധ്വമഹാസിരം ഹൃദയത്തിന് മുകളിൽ നിന്നുള്ള അവയവങ്ങളിൽ നിന്നും, അധോമഹാസിരം എന്ന് പറയുമ്പോൾ താഴെ നിന്നുള്ള അവയവങ്ങളിൽ നിന്നും. ഇവ രണ്ടും വരുന്നത് എങ്ങോട്ടാണ്? വലത്തെ ഏട്രിയത്തിലേക്കാണ്. ദെൻ അവയവങ്ങളിലേക്ക് രക്തം പോകുന്നത് എവിടെ നിന്നാണ്? ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നാണ്. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലൂടെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം കൊണ്ടുപോകുന്നത്. ഇനി ശ്വാസകോശത്തിൽ നിന്ന് വരുന്നത് ശ്വാസകോശ സിരയിലൂടെയാണ് വരുന്നത്. എങ്ങോട്ടാണ് വരുന്നത്? ഇടത്തെ ഏട്രിയത്തിലേക്ക്. ഇടത്തെ ഏട്രിയ അതായത് ബി അറയിലേക്ക്. അതിനുശേഷം ശ്വാസകോശത്തിലേക്ക് പോകുന്നത് എവിടെ നിന്നാണ്? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന്. വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തേക്ക് പോകുന്നു. പിന്നെ വരുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. വലത്തെ സൈഡിൽ വരുന്ന വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയ്ക്കാണ് ട്രൈകസ്പിഡ് വാൽവ് വരുന്നത്. ബൈകസ്പിഡ് വാൽവ് ഇടത്തെ ഏട്രിയത്തിനും ഇടത്തെ വെൻട്രിക്കിളിനും ഇടയ്ക്ക് വരുന്നു. ദെൻ ഏട്രിയങ്ങളുടെ സങ്കോചം. നമുക്കറിയാം ഹൃദയം ഇങ്ങനെ ഹൃദയ സ്തംഭനം നടക്കുന്നുണ്ട്, അതായത് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഏട്രിയങ്ങളുടെ സങ്കോചം, അതായത് ഏട്രിയം എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ വരുന്ന രണ്ടറകളാണ് ഏട്രിയം. ഇവ സങ്കോചിക്കുമ്പോൾ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കുന്നു. ഏട്രിയൽ സിസ്റ്റോൾ എന്നറിയും, അല്ലെങ്കിൽ ഏട്രിയങ്ങളുടെ സങ്കോചം നടക്കുമ്പോൾ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കുന്നു. മുകളിലുള്ള രണ്ട് അറകൾ സങ്കോചിക്കുമ്പോൾ അവ സങ്കോചിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുകയും ബൈകസ്പിഡ് വാൽവിലൂടെ അതുപോലെ ട്രൈകസ്പിഡ് വാൽവിലൂടെയും രക്തം വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു. ശേഷം വെൻട്രിക്കിൾ സങ്കോചിക്കുന്നു. വെൻട്രിക്കുലാർ സിസ്റ്റോള്. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനിയിലേക്ക് പ്രവേശിക്കുന്നു. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ മുകളിലെ രണ്ട് അറകളായ ഏട്രിയം സങ്കോചിക്കുമ്പോൾ, ഏട്രിയങ്ങളുടെ സങ്കോചം നടക്കുമ്പോൾ വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കുന്നു. ദെൻ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ശ്വാസകോശ ധമനിയിലേക്കും മഹാധമനിയിലേക്കും രക്തം പ്രവേശിക്കുകയും മഹാധമനിയിലൂടെ അവയവങ്ങളിലേക്കും ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്കും രക്തം പോകുന്നു. ഇവ രണ്ടും സങ്കോചിച്ചതിന് ശേഷം ഒരു പൂർവ്വസ്ഥിതി പ്രാപിക്കും. അതായത് ഏട്രിയം സങ്കോചിക്കും ആദ്യം, പിന്നെ വെൻട്രിക്കിൾ സങ്കോചിക്കും, പിന്നെ രണ്ടും കൂടെ പൂർവ്വസ്ഥിതിയിലെത്തും. ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കൽ ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറയും. ഏട്രിയങ്ങളും വെൻട്രിക്കിളും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ട് നടക്കുന്നതാണ് ഹൃദയത്തിലെ രക്തത്തിൻ്റെ പമ്പിങ്. ഏട്രിയങ്ങളുടെ സങ്കോചം, അതിനുശേഷം വെൻട്രിക്കിളുടെ സങ്കോചം, ദെൻ ഏട്രിയങ്ങളുടെയും വെൻട്രിക്കിളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കൽ.
അതിനെയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിൾ എന്താണ്? ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള്, ജോയിൻ്റ് ഡയസ്റ്റോള്. അതിനുശേഷം വീണ്ടും ഏട്രിയൽ, അതായത് ഏട്രിയലിൻ്റെ സങ്കോചം നടക്കുന്നു, വെൻട്രിക്കിളിൻ്റെ സങ്കോചം നടക്കുന്നു, ശേഷം രണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, വീണ്ടും ഏട്രിയൽ സങ്കോചിക്കുന്നു, വെൻട്രിക്കിൾ സങ്കോചിക്കുന്നു, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഇത് ഒരു തുടർ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. ഇതിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിൾ. ദെൻ ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർഡിയാക് സൈക്കിളിനെയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തിലെ ഇങ്ങനെ കൈവെക്കുമ്പോൾ നമുക്കൊരു സ്പന്ദനങ്ങൾ അറിയാം. ഇതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഹൃദയസ്പന്ദനത്തിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡാണ്. ഒരു ഹൃദയസ്പന്ദനത്തിനെടുക്കുന്ന സമയം 0.8 സെക്കൻഡാണ്. ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു മിനിറ്റിൽ 72 തവണ കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം ഉണ്ടായിരിക്കും. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് ഉണ്ടാവുക. സങ്കോചത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗം നൽകുന്നത് SA നോഡ് അല്ലെങ്കിൽ പേസ് മേക്കറാണ്. സങ്കോചത്തിന് എന്താണ്? അതിനുള്ള ഒരു എനർജി വേണം. ഇതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗം നൽകുന്നത് ആരാണ്? SA നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ എന്ന് പറയും. വലത്തെ ഏട്രിയത്തിലാണ് ഇത് കാണപ്പെടുന്നത്. സങ്കോചത്തിന് ആവശ്യമായിട്ടുള്ള തരംഗം നൽകുന്നത് SA നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ വലത്തെ ഏട്രിയത്തിലാണ് കാണപ്പെടുന്നത്. ദെൻ എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയസ്പന്ദന സമയത്ത് ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫിൽ ചിത്രീകരിക്കുന്നതിനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ECG എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന സമയത്ത് ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫിൽ ചിത്രീകരിക്കുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ദെൻ പൾസ്. എന്താണ് പൾസ്? ഇടത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്നതിൻ്റെ ഫലമായിട്ട്, അതായത് ഇടത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്നതിന് ഫലമായിട്ട് ധമനിക്കുള്ളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഇലാസ്തികതയുള്ള ധമനഭിത്തി വികസിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് തരംഗമായി ധമനിയുടെ ശാഖകളിൽ വ്യാപിക്കുന്നതാണ് പൾസ്. അപ്പോൾ താഴെയുള്ള വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ, സിസ്റ്റോൾ നടക്കുമ്പോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുമ്പോൾ ധമനിയിൽ എന്താണ്? അതിൻ്റെ ഒരു ഇത് വരും. രക്തം ഒഴുകുമ്പോൾ ഇലാസ്തികതയുള്ള ധമനഭിത്തി എന്താണ്? വികസിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ഈ ഹൃദയത്തിൻ്റെ വെൻട്രിക്കിളിൽ സങ്കോചം നടക്കുമ്പോൾ ധമനിയെ അത് ബാധിക്കും. അപ്പോൾ ധമനിയും വികസിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ തരംഗങ്ങളെയാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ മാത്രമല്ല, നമുക്ക് ഹൃദയസ്തംഭനം നമ്മൾ എവിടെയാണ്? ഈ ഹൃദയത്തിൽ തൊട്ടേ നമുക്കറിയാം. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എന്താണ്? പൾസ് എടുക്കാൻ കഴിയും. അതായത് ഹൃദയം മിടിക്കുന്നത് പോലെ തന്നെ മറ്റു മിടിപ്പുകൾ നമ്മുടെ അവയവങ്ങളിലും വരുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിലും നമ്മുടെ കൈത്തണ്ടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഹൃദയം അവിടെ ഇല്ലല്ലോ, പക്ഷേ എന്താണ്? ധമനിയിൽ ഈ ഹൃദയത്തിൻ്റെ സ്തംഭനം മൂലം ധമനിയുടെ മറ്റു ഭാഗങ്ങളിലും ഇതിൻ്റെ വികസനവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. പൾസ് അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ ഹാൻഡ് ബുക്കിൽ കുറച്ച് ശരീരഭാഗങ്ങൾ പൾസ് അനുഭവപ്പെടുന്ന ഭാഗങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൈത്തണ്ട, നെറ്റിയുടെ വശങ്ങൾ, കൈമടക്കിൽ, തുടയിടുക്കിൽ, കഴുത്തിൽ, കണങ്കാലിന് സമീപം, പാദത്തിൽ, കാൽമുട്ടിന് പിറകിൽ. ദെൻ എന്താണ് രക്തസമ്മർദ്ദം? ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം. ധമനികളിലാണ്, കൃത്യമായിട്ട് ഓർക്കണം, സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റിച്ച് വരാം, സിരകളിൽ നിന്നൊക്കെ വരാം. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടിയതാണ് സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിൻ്റെയും പ്രഷർ കൂടിയതാണ് രക്തസമ്മർദ്ദം. അപ്പോൾ സിസ്റ്റോൾ എന്ന് പറയുന്നതാണ് സങ്കോചനം. സങ്കോചന സമയത്ത് 70 ml ധമനികളിലേക്ക് രക്തം പോകുന്നു. ഇതിന് ഇവിടെ എന്താണ് പ്രഷർ എത്ര വരുന്നത്? 120 ആണ് വരുന്നത്. അതായത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. ഡയസ്റ്റോൾ അതായത് പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴുള്ളത് ഇവിടെ എന്താണ്? 70 ml ഹൃദയത്തിലേക്കാണ് കയറുന്നത്. ഡയസ്റ്റോൾ കയറുമ്പോൾ സിസ്റ്റോൾ നടക്കുമ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനിയിലൂടെ രക്തം പോവുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശ ധമനിയിലൂടെയും മഹാധമനിയിലൂടെയും അവയവങ്ങളിലേക്കും ശ്വാസകോശത്തിലേക്കും പോകുന്നു. ഡയസ്റ്റോൾ അതായത് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സിരകളിലൂടെ വരുന്ന രക്തം ഹൃദയത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ വരുന്ന പ്രഷർ എത്രയാണ്? ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയും, 80 ആണ് വരുന്നത്. അപ്പോൾ രണ്ട് തരം, ഈ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ചേർന്നതാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്.
സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് രക്തസമ്മർദ്ദം. സാധാരണ ഒരു വ്യക്തിയിലെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 120/80 mmHg ആയിരിക്കും. 120/80 mmHg, യൂണിറ്റ് ശ്രദ്ധിക്കണം, mmHg ആയിരിക്കും രക്തസമ്മർദ്ദം. ദെൻ ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും. ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം സാധാരണ അളവിൽ നിന്ന് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം സാധാരണ അളവിൽ നിന്ന് കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ ടെൻഷൻ എന്നും പറയും. ദെൻ ഉപകരണങ്ങൾ സ്ഫിഗ്മോമാനോമീറ്റർ, അതുപോലെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഒക്കെ നമ്മൾ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. സ്ഫിഗ്മോമാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസും. ദെൻ ഹാൻഡ് ബുക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർ ടെൻഷനായി കാരണമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹൈപ്പർ ടെൻഷൻ കാരണമാണ് മാനസിക സമ്മർദ്ദം, പാരമ്പര്യമായിട്ട് വരാം, അനാരോഗ്യ ജീവിതശൈലി, വേദന സംഹാരികൾ, ഹോർമോണിൻ്റെ മാറ്റം, വൃക്ക, തൈറോയ്ഡ്, അഡ്രിനൽ ഗ്രന്ഥി ബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം ഹൈപ്പർ ടെൻഷന് കാരണമാകാം. മാനസിക സമ്മർദ്ദം, പാരമ്പര്യം, അനാരോഗ്യ ജീവിതശൈലി, വേദനാ സംഹാരികൾ കൂടുതലായിട്ട് എടുക്കുന്നത്, ഹോർമോണിലെ മാറ്റങ്ങൾ, വൃക്ക, തൈറോയ്ഡ്, അഡ്രിനൽ ഗ്രന്ഥി ബന്ധപ്പെട്ട രോഗങ്ങളും ഹൈപ്പർ ടെൻഷന് കാരണമാകാം. ഇത് എങ്ങനെയൊക്കെയാണ് ഒരാളെ ബാധിക്കുന്നത്? അതിരോസ്ക്ലെറോസിസ് ഉണ്ടാവാം, ഹൃദയാഘാതവും പക്ഷാഘാതത്തിനൊക്കെ ഇത് കാരണമാകാം. കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് തന്നിട്ടുള്ളത്. ബാധിക്കുന്ന രീതികൾ അതിരോസ്ക്ലെറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതം. പിന്നെ വരുന്നത് രണ്ടിനും ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് ഡിഫറൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത്. ദെൻ തളർവാദം, അൾഷിമേഴ്സ്, ലൈംഗിക രോഗങ്ങളൊക്കെ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടാവാം. ദെൻ ഹൈപ്പോടെൻഷന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നിർജ്ജലീകരണം. ഹൈപ്പോടെൻഷൻ അതായത് രക്തസമ്മർദ്ദം കുറയാനുള്ള കാരണങ്ങളാണ് നിർജ്ജലീകരണം. ചില മരുന്നുകൾ, ഹൃദയ രോഗങ്ങളുള്ളവർക്ക് പെട്ടെന്ന് ഹൈപ്പോടെൻഷൻ വരാം, അഡ്രിനൽ തൈറോയ്ഡ് സംബന്ധ രോഗങ്ങൾ, പാർക്കിൻസൺസ് രോഗം, രക്തം നഷ്ടപ്പെടുന്നത്, അതായത് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളിലൂടെയൊക്കെ കൂടുതൽ രക്തം നഷ്ടപ്പെട്ടാൽ അപ്പോൾ ഹൈപ്പോടെൻഷന് കാരണമാകാം. തീവ്ര അണുബാധ, തീവ്ര അലർജി, വൈറ്റമിൻ B12 കുറവ്, പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ. പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് നേരം ഒരാൾ കൂടുതൽ നേരം ഇങ്ങനെ നിൽക്കുകയാണ്, പ്രത്യേക അനക്കമൊന്നുമില്ലാതെ നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരാം. അതെന്താണ്? ഹൈപ്പോടെൻഷൻ വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നുള്ള ഒരു എണീറ്റാൽ നമുക്ക് എന്താണ് പെട്ടെന്നൊരു തലമിന്നുന്ന ഒരു ഫീൽ വരും. ഇതൊക്കെ എന്താണ്? ഹൈപ്പോടെൻഷൻ. അപ്പോൾ ഒരു അനക്കമില്ലാതെ സ്ഥായിയായിട്ട് കുറേ നേരം നിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ശരീരത്തിൽ നമ്മൾ എന്താണ് ഒരു മാറ്റം വരുത്തുക. പെട്ടെന്ന് കിടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു നെട്ടി എണീക്കുമ്പോൾ എന്താണ് പെട്ടെന്നൊരു തലമിന്നൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതെന്താണ്? ഹൈപ്പോടെൻഷനാണ്. ദെൻ ദ്വിപര്യനം. ഹൃദയത്തിൽ 2 പര്യനങ്ങൾ നടക്കുന്നുണ്ട്. രക്തപര്യനം 2 ആണായിട്ട് നടക്കുന്നത്. അതെന്താണ്? ശ്വാസകോശത്തിലേക്കുള്ള പര്യനവും അതുപോലെ അവയവ ഭാഗങ്ങളിലേക്കുള്ള പര്യനം. അപ്പോൾ ഹൃദയത്തിൽ നടക്കുന്നത് എന്താണ്? ദ്വിപര്യനമാണ്. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് പറയുന്നു. അപ്പോൾ രക്തം എന്താണ്? 2 പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ്, അതായത് ശ്വാസകോശത്തിലേക്ക് പോകുമ്പോഴും അതുപോലെ അവയവങ്ങളിലേക്ക് പോകുമ്പോഴും, അതുകൊണ്ടാണ് ഹൃദയത്തിന് ദ്വിപര്യനമാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ദ്വിപര്യനത്തിൽ വരുന്നത്? പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും. പൾമണറി പര്യനം എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിലേക്കുള്ളതാണ്. സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത് അവയവങ്ങളിലേക്കാണ്. പൾമണറി പര്യനത്തിൽ നടക്കുന്നത് ശ്വാസകോശ ധമനിയിലൂടെ രക്തം ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ഹൃദയത്തിൽ നിന്ന് ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് രക്തം വീണ്ടും ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്ക് വരുന്നു. ഇതാണ് പൾമണറി പര്യനം. ശ്വാസകോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തം ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തം ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ കൂടിയ രക്തമാണ് ശ്വാസകോശ നിരയിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തമാണ് ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. അതാണ് പൾമണറി പര്യനം. ഒരു പര്യനം അതാണ്. അടുത്തത് സിസ്റ്റമിക് പര്യനം. സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
കോശങ്ങളിൽ നിന്നൊക്കെ എടുത്ത് ഓക്സിജനും പോഷകഘടകങ്ങളൊക്കെ എടുത്തുള്ള രക്തം, ശേഷം അവിടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തം അവയവങ്ങളിൽ നിന്ന് ഊർജ്ജ മഹാസിരയിലൂടെ അല്ലെങ്കിൽ അധോ മഹാസിരയിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിൽ നിന്ന് അത് ശുദ്ധീകരിച്ച് ഓക്സിജൻ കൂടിയ രക്തം ഇവിടെ മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് ദ്വിപര്യനം എന്ന് പറയുന്നത്. ദ്വിപര്യനത്തിൽ ഉൾപ്പെടുന്നത് പൾമനറി പര്യനവും സിസ്റ്റമിക് പര്യനവുമാണ്. ദെൻ ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിരോസ്ക്ലീറോസിസ് നമ്മൾ പറഞ്ഞു, ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖമാണ് അതിരോസ്ക്ലീറോസിസ്. ഇതെന്ന് പറയുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. ധമനി ഭിത്തിയിൽ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്ന ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത് കൊറോണറി ധമനിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് കൊറോണറി ത്രോംബോസിസ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ഇവയെല്ലാം. കൊറോണറി ധമനിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് കൊറോണറി ത്രോംബോസിസ്. ദെൻ സ്ട്രോക്ക് എന്താണ്? തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിലെ രക്തക്കുഴലുണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദെൻ സസ്യങ്ങളിലെ സംവഹനം. അപ്പോൾ മനുഷ്യനിലെ ദഹനത്തിൻ്റെ ആഗിരണം പഠിച്ചു, വില്ലസുകളുടെ പ്രവർത്തനം പഠിച്ചു. അതിനുശേഷം രക്തത്തെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. റിവൈസ് ചെയ്തിട്ട് വീണ്ടും ക്ലാസ് കേൾക്കണം. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണ് സംവഹനം നടക്കുന്നത്? സസ്യങ്ങളിൽ നമുക്കറിയാം, വേരിലൂടെ ജലവും ലവണവും സസ്യങ്ങളിലേക്ക് എടുക്കുന്നു. അത് ചെന്നിട്ട് ഇലകളിൽ വെച്ചിട്ട് അത് ഭക്ഷണം പാകം ചെയ്യുന്നു. ഈ ഇലകൾ പിന്നീട് ഈ സസ്യങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പോഷകഘടകങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേരിൽ നിന്ന് എടുത്തിട്ടുള്ള ജലം, ലവണം സസ്യത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. പോഷകങ്ങൾ ഉണ്ടാക്കാനുള്ള ജലവും ലവണവും മുകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ദെൻ ഇലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരം ഇവിടെ എല്ലാ ഭാഗത്തേക്കും, സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതാണ് ഫ്ലോയം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, സൈലവും ഫ്ലോയം. സൈലം ജലവും ലവണവും കൊണ്ടുപോകുമ്പോൾ ആഹാരം കൊണ്ടുവരുന്നത് ആരാണ്? ഫ്ലോയമാണ്. സൈലത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. സൈലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു വേരിൽ നിന്ന് ജലം, ലവണം മുകളിലുള്ള ഇലകളിലേക്കും ഭാഗത്തേക്കും എത്തിക്കുന്നത് സൈലമാണ്. ഇതിൽ കാണപ്പെടുന്ന രണ്ട് കോശങ്ങളാണ് ട്രക്കീഡും വെസലുകളും. ട്രക്കീഡ് എന്ന് പറയുമ്പോൾ മൃദുകോശങ്ങൾ, അതായത് ജീവനില്ലാത്ത കോശങ്ങളാണ്. ഇലകളുടെ ചെറു നരമ്പുകൾ രൂപപ്പെടുത്തുന്നത് ട്രക്കീഡുകളാണ്. അതായത് ഇലകളിലേക്ക് ഇലനെട്ടിലൂടെ കടന്ന് ഇലയിൽ ഒരുപാട് ചെറിയ നരമ്പുകൾ ഉണ്ടായിരിക്കും. ഇവയിലൂടെയൊക്കെ വരുന്ന സൈലത്തിൻ്റെ കോശങ്ങൾ ഏതാണ്? ട്രക്കീഡാണ്. ഇതിലേക്ക് ഇലകളുടെ ഓരോ ഭാഗത്തേക്കും ജലം, ലവണം ഇതിലൂടെ പോകുന്നു. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയിലാണ് ട്രക്കീഡ് വരുന്നത്. ഈ ചിത്രത്തിൽ ഗ്രീൻ ഈ കുയൽ പോലുള്ള സ്പിൻഡിൽ ആകൃതിയിൽ വരുന്നതാണ് ട്രക്കീഡ്. ദെൻ വെസലും എന്താണ്? മൃദുകോശങ്ങൾ, അതായത് ജീവനില്ലാത്ത കോശങ്ങളാണ്. കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു. ഈ ഇടയ്ക്ക് ഭിത്തികൾ ഉണ്ടായിരിക്കും, അത് നശിച്ചു പോയിട്ട് പിന്നീട് പൈപ്പുകളെ പോലെയാണ് വെസലുകൾ കാണപ്പെടുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ട്രക്കീഡും വെസലും. മൃദുകോശങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ദെൻ ഫ്ലോയം എന്ന് പറയുന്നത് ഇലകളിൽ ഉണ്ടാക്കിയ ആഹാരം, പോഷകഘടകങ്ങളെല്ലാം സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയാണ് ഫ്ലോയം ചെയ്യുന്നത്. രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്, സീവ് നാളിയും സഹകോശവും. സീവ് ട്യൂബ് അല്ലെങ്കിൽ സീവ് നാളി എന്ന് പറയുന്നത് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. ഇവിടെ സീവ് നാളി അടുക്കി മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഭിത്തിയിൽ എന്താണ്? സുഷിരങ്ങൾ വരുന്നുണ്ട്. പിക്ചറിൽ ഓറഞ്ച് നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഈ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ഉണ്ടായിരിക്കും. ഇതിലൂടെ എന്താണ്? ആഹാര തന്മാത്രകൾ സഞ്ചരിക്കുകയും കോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ദെൻ സഹകോശം എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ്. സീവ് നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്ന ഒരു കോശമാണ് സഹകോശവും. അപ്പോൾ ഫ്ലോയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്നതാണ് സീവ് നാളിയും സഹകോശവും. അപ്പോൾ സൈലം ഇത് നമ്മൾ പറഞ്ഞതാണ്. സൈലത്തിന് ട്രക്കീഡും വെസലും മൃദുകോശങ്ങളാണ്. ട്രക്കീഡ് ഇലകളുടെ ചെറുനരമ്പുകളായിട്ട് ഫോം ചെയ്യുന്നു. സ്പിൻഡിൽ ആകൃതിയാണ് വരുന്നത്. വെസൽ പറയുന്നത് മൃദുകോശങ്ങളാണ്. കുറുകെയുള്ള ഭിത്തി പോയിട്ട് നീണ്ട പൈപ്പ് പോലെ കാണപ്പെടുന്നു.
ഫ്ലോയത്തിൽ സീവ്നാളിയും സഹകോശവുമാണ് വരുന്നത്. സീവ്നാളി അടുക്കി അടുക്കി മുകളിലായിട്ട് വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിൽ സുഷിരങ്ങളിലെ കോശദ്രവ്യം ആഹാര സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അതുപോലെ സഹകോശവും ആഹാര സംവാഹത്തിന് സഹായിക്കുന്നുണ്ട്. ദെൻ ജലസംവഹനം. ജലത്തിൻ്റെ വേരിലൂടെയാണ് ജലം എങ്ങനെയാണ് വേരിലൂടെയാണ് സസ്യം എടുക്കുന്നത്. ഈ വേരിലൂടെ മുകളിലേക്ക് പോകണം, അതിനൊരു പ്രഷർ വേണം. അതാണ് ഓസ്മോസിസ് വഴി ജലത്തിൻ്റെ ഒരു കൂടിയ ഭാഗത്ത് നിന്ന് ജലം കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതാണ് ഓസ്മോസിസ്. അതായത് ജലത്തിൻ്റെ ഡിഫ്യൂഷനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോൾ ഓസ്മോസിസൂടെ അല്ലെങ്കിൽ റൂട്ട് പ്രഷർ, റൂട്ടിന് മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നതാണ്, അതാണ് റൂട്ട് പ്രഷർ. ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് ജലം വേരിൽ നിന്ന് സംവഹനം ചെയ്യുന്നത്. അതുപോലെ കൊഹീഷൻ ബലവും ഇലകളുടെ കൊഹീഷൻ ബലവും ഈ സസ്യ സംവഹത്തിന് സഹായിക്കുന്നുണ്ട്. അഡീഷൻ എന്ന് പറയുന്നത് ഒരേ പോലത്തെയുള്ള കോശങ്ങളുടെ, അതായത് ഒരേ ഇപ്പോൾ വെള്ളത്തിനോടുള്ള അട്രാക്ഷനാണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അഡീഷൻ എന്ന് പറയുന്നത് വെള്ളത്തിന് സസ്യഭാഗങ്ങളോടുള്ള അട്രാക്ഷനെയാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെയാണ് ജലസംവഹനം നടക്കുന്നത്. ദെൻ ഇലകളിൽ സസ്യസേചനം വഴി പുറത്തേക്ക് പോകുന്നു. ഇലകളിൽ നിന്ന് അപ്പോൾ വേരിലൂടെ എടുത്തിട്ടുള്ള ജലം ഇലകളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? സസ്യസേചനം വഴി. അത് സസ്യ ആസ്യരന്ധ്രങ്ങൾ, സ്റ്റൊമാറ്റ ഉണ്ടാവും. ഇലയിലെ ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ജലം പുറത്തു പോകുന്നുണ്ട്. ദെൻ ആഹാര സംവഹനം നമ്മൾ പറഞ്ഞു. ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സുക്രോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഹാര സംവഹനം, ഇലകളിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്, ഗ്ലൂക്കോസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശേഷം ഇതിനെ സുക്രോസ് ആക്കി മാറ്റിയിട്ടാണ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്താണ്? സുക്രോസാണ് നമ്മൾ ജലത്തിൽ ലയിക്കുന്നത്. അപ്പോൾ സുക്രോസ് ആക്കി മാറ്റിയിട്ടാണ് ആഹാര സംവഹനം നടക്കുന്നത്. സീവ് നാളിയിലൂടെയാണ് ഇത് പോകുന്നത്. ടർഗർ പ്രഷറാണ് ഈ ഒരു സഞ്ചാരത്തിന് സഹായിക്കുന്നത്. ടർഗർ പ്രഷർ. ദെൻ എന്താണ് ഗട്ടേഷൻ പ്രക്രിയ? നമ്മൾ പുലർച്ചെ രാവിലെയൊക്കെ ഇലകളിൽ നോക്കുമ്പോൾ അതിൻ്റെ അറ്റഭാഗത്ത് എന്തുണ്ടാവും? ചെറിയ തുള്ളി പോലെ, മഞ്ഞുതുള്ളി പോലെ അതിൻ്റെ ജലം കാണാം. ഇതിനെയാണ് ഗട്ടേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. പിക്ചർ കാണിച്ചു തരാം. നമ്മൾ പുലർച്ചെ നന്ന രാവിലെയൊക്കെ എണീറ്റ് നോക്കിയാൽ ഇലകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെന്താണ് സംഭവം? ഇതിനെയാണ് ഗട്ടേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് നമ്മൾ പറഞ്ഞു ജലസംവഹനം നടക്കുന്നത്. ജലം പുറത്തു പോകുന്നത് ഈ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ആസ്യരന്ധ്രങ്ങളിലൂടെ. രാത്രികാലങ്ങളിൽ ഈ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം അടഞ്ഞു കിടക്കും. അപ്പോൾ ഈ ജലം കൂടിയ നമ്മുടെ ഇലയിൽ ജലം കൂടുതലാവും, അതായത് സ്റ്റൊമാറ്റയിലൂടെ പുറത്തു പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഹൈഡത്തോടിലൂടെ ഈ ഇലയിലെ ഈ അറ്റഭാഗത്ത് വരുന്നത് സുഷിരങ്ങളാണ് ഹൈഡത്തോടുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ജലം പുറത്തു വരുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഗട്ടേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടഞ്ഞു കിടക്കുന്നതിനാൽ കുറഞ്ഞ സസ്യസേചനം നടക്കുന്നു. ഈ സമയം ഹൈഡത്തോടുകളിലൂടെ ജലം പുറത്തു പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. കുറച്ചധികം കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആശയങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആശയം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാൻ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ 3 പാഠം നമ്മൾ ഡിസ്കസ് ചെയ്തു. 5ാം ക്ലാസ്സിലെ 5ാമത്തെ 7ാമത്തെ പാഠഭാഗങ്ങളും അതുപോലെ 9ാം ക്ലാസ്സിലെ 2ാം പാഠവും. ഇനി അടുത്ത 9ാം ക്ലാസ്സിൽ തന്നെ 3ാമത്തെ ചാപ്റ്ററിലും അവയവ വ്യവസ്ഥയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.